കർത്താവിന് മഹത്വം. प्रभु को महिमा मिले നല്ലൊരു ദിവസവും കൂടെ കർത്താവ് നമുക്ക് തന്നു. और एक सुंदर अच्छा दिन प्रभु ने हमें दान दिया. കർത്താവ് വരുന്നതിനോടുള്ള ബന്ധത്തിൽ തന്റെ ജനത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. प्रभु की आगमन के विषय में प्रभु हरेक अपनी पवित्र लोगों को तैयार कर रहा है. ഈ ഒരുങ്ങ എന്ന് പറയുന്നത് വചനപ്രകാരം നമ്മുടെ ഹൃദയത്തെ ക്രമീകരിക്കുന്നതാണ്. तैयार होने का अर्थ वचन के आधार में हमारा हृदय को सजाना और तैयार करना. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ, ഇച്ഛ വികാരത്തെ എല്ലാം വേർതിരിച്ച് ദൈവത്തിന്റെ മനുഷ്യനാക്കി തീർക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. परमेश्वर का वचन का खूबी क्या है कि हमारे इच्छा को, हमारा भावना को, हमारा विचारों को, सबको प्रभु की इच्छा के अनुसार वो तैयार करता है. നമ്മൾ യുഗപരമായ രക്ഷയെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. हम युगों में होने वाला उद्धार का बारे में हम लोग सीख रहे थे. ഇന്ന് നമ്മള് നോഹയുമായുള്ള ദൈവത്തിന്റെ ഉടമ്പടിയും നോഹയുടെ കാലത്തുള്ള രക്ഷയെ കുറിച്ചും ചിന്തിക്കാം. अभी आज हम नोह का समय में नोह के साथ जो प्रभु ने वाचा बांधा उस समय के उद्धार का बारे में हम ध्यान करेंगे. നമ്മളത് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 4 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിലാണ് നോഹയുടെ കാലത്തെ ഉടമ്പടിയുടെ മഹത്വം ഇരിക്കുന്നത്. उसके बारे में हम लोग उत्पत्ति किताब 4 अध्याय से 8 अध्याय तक का मतलब समय में या उस अध्याय के अंदर उस वाचा का बारे में हम लोग देखते हैं. ഏകദേശം 1000 വർഷം മനുഷ്യന്റെ വീഴ്ച മുതൽ ജലപ്രളയം വരെയുള്ള ഒരു കാലഘട്ടം. करीब 1000 साल मनुष्य पाप करके जब गिर गया उस समय से जलप्रलय तक का समय. ദൈവശാസ്ത്രജ്ഞന്മാർ അതിനെ മനസാക്ഷി യുഗം എന്ന് വിളിക്കുന്നു. परमेश्वर का ज्ञानी लोग उसको मन की गवाही का समय करके बताता है. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 8 അധ്യായം 20 വാക്യം ഒന്ന് വായിക്കാം. हम लोग शुरुआत में उत्पत्ति किताब 8 अध्याय उसका 20 वचन को थोड़ा पढ़ेंगे. उत्पत्ति किताब 8 अध्याय उसका 20 वचन को हम पढ़ेंगे. फिर यहोवा ने मूसा से कहा, सवेरे उठकर फौरन की फिरौन के सामने खड़ा होना. उत्पत्ति किताब निर्गमन में आया. उत्पत्ति किताब 8 अध्याय का 20 वचन. तब नूह ने यहोवा के लिए एक वेदी बनाई और सब शुद्ध पशुओं और सब शुद्ध पक्षियों में से कुछ लेकर. ഇവിടെ നമ്മള് നേരത്തെ യാഗത്തെ കുറിച്ച് നമ്മൾ കേട്ടു. पहले भी हमने उस बलिदान के बारे में सुना था. എന്നാൽ യാഗം എന്ന വിഷയം മാത്രമാണ് അവിടെ വെളിപ്പെട്ടിരുന്നത്. वहां पर सिर्फ बलि के बारे में प्रकाशन मिला था. ഇപ്പൊ നോഹയുടെ സമയത്ത് വരുമ്പോൾ കുറച്ചും കൂടെ ദൈവിക വെളിപ്പാട് വരികയാണ്. जब नोआ का समय आया तो और भी प्रभु का प्रकाशन में बढ़ोतरी हुआ. ഇവിടെ യാഗവസ്തു മാത്രം പോരാ, ഒരു യാഗപീഠവും വേണം. अभी यहाँ पर सिर्फ बलि करने वाला वस्तु नहीं, इससे बढ़ करके एक वेदी भी चाहिए. അപ്പൊ നോഹയുടെ ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ നോഹ ഒരു യാഗപീഠവും പണിതു, ഒരു പെട്ടകവും പണിതു. यदि हम नोआ का चरित्र पढ़ेगा तो नोआ ने एक वेदी भी बनाया और एक मतलब जहाज भी बनाया. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ ആർക്ക് എന്നുള്ളതിന് നമ്മൾ പെട്ടകം എന്നുള്ള ആർക്ക് എന്നുള്ളൊരു ഇതാണ്. എന്ന് പറഞ്ഞാൽ അത് ദൈവ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ടാണ് തുടർന്നുള്ള നിലയിൽ നമ്മൾ കാണുന്നത്. वहां पर ये जहाज एक संदूक के रूप में हम लोग देखते हैं कि आगे उस रीति में हम लोग इन विषयों को देख सकते हैं. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഒരു യാഗത്തിന്റെ മഹത്വം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് നമ്മൾ ഒരു യാഗം അർപ്പിക്കുന്നതായിട്ടാണ് ജാതീയ പശ്ചാത്തലത്തിലുള്ളത്. आज हम लोग कई बार मनुष्य ये सोचता है कि इसी प्रकार का बलि करने का अर्थ क्या है कि हम परमेश्वर को प्रसन्न करना. जातीय लोगों के बीच में ऐसे प्रकार का एक विचार रहता है. നമ്മൾ ഹോശേയ പ്രവചനം 6 അധ്യായം അതിന്റെ 6 വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവം പ്രസാദിക്കുന്നത് യാഗത്തിലല്ല, യാഗത്തിന്റെ പിന്നിലുള്ള ദൈവ പരിജ്ഞാനത്തിലും ദൈവത്തിന്റെ കരുണയിലും സ്നേഹത്തിലുമാണ് ദൈവം പ്രസാദിക്കുന്നത് നമ്മൾ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. जब होशे नबी किताब 6 अध्याय का 6 वचन में परमेश्वर मतलब सिर्फ बलि में नहीं, परमेश्वर किस रीति में प्रसन्न होता है वहां पर बहुत अच्छा रीति में 6 में पढ़ता है. क्योंकि मैं बलिदान से नहीं स्थिर प्रेम से ही प्रसन्न होता हूँ और होम बलियों से अधिक यह चाहता हूँ कि लोग परमेश्वर का ज्ञान रखे. അപ്പൊ ദൈവം ഈ യാഗം ഏർപ്പെടുത്തി ചുമ്മാ ഒരു മൃഗത്തെ യാഗം അർപ്പിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നതിനെ, കാരണം അങ്ങനെ ഒരു നിലയിൽ പ്രവാചകന്മാരുടെ ഈ കാലഘട്ടത്തിൽ വന്നപ്പോൾ അത് ആയിത്തീർന്നു. എന്നാൽ ദൈവം ഒരു മൃഗത്തെ യാഗം അർപ്പിക്കുന്നത് ദൈവം കരുണയും സ്നേഹവും ദൈവമുള്ളവനാണെന്ന് മനുഷ്യനോട് കാണിച്ചു കൊടുക്കുകയാണ്. अभी यहाँ पर बहुत बार लोग इसी प्रकार बलि करते हुए लोगों ने क्या सोचा, बलि करना ये प्रभु के लिए बहुत बड़ा खुशी की बात है, आनंद की बात है. भविष्यताओं के समय में शायद उनकी सिखलाई में लोगों ने इस प्रकार का
एक गलत रीति में वो बात को समझा, परंतु परमेश्वर ऐसी बातों पर नहीं, वो प्रेम में प्रसन्न रहता है। और होमबलि से अधिक वो क्या चाहता था, उसका परमेश्वर का ज्ञान रखने के लिए चाहता था। തന്റെ പുത്രനെ നമുക്ക് യാഗമായി തന്ന ദൈവസ്നേഹമാണ് ഈ മൃഗങ്ങളിലുള്ള യാഗങ്ങളിലൂടെ ദൈവം വെളിപ്പെടുത്തി വരുന്നത്. क्योंकि परमेश्वर ने ये जो भी व्यवस्था दिया था, वो अपने एकलौता पुत्र को मानव जाति का उद्धार के लिए बलिदान करने वाला वो बात को उसका छाया में था। ഏദൻ തോട്ടത്തിൽ ആദാം എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിന്റെ മഹത്വമായിരിക്കേണ്ടവൻ, ദൈവത്തെക്കുറിച്ച് നല്ല സാക്ഷ്യം പറയേണ്ടവൻ, ദൈവം ആരാകുന്നു എന്ന് ലോകത്തിന് വെളിപ്പെടുത്തേണ്ട മനുഷ്യൻ സാത്താന്റെ വാക്യം കേട്ടിട്ട്, സാത്താൻ പറയുന്നത് കേട്ടിട്ട് ദൈവത്തിന് വിരുദ്ധമായി ദൈവം അത്ര വിശ്വസിക്കാൻ കൊള്ളാവുന്നവനല്ല എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ ആ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്തിയ മനുഷ്യനാണ് ആദാം. जब हम देखते हैं कि आदम वास्तव में प्रभु की महिमा के लिए सजा हुआ आदम हमेशा प्रभु का महिमा करना चाहिए, परंतु प्रभु की आज्ञा तोड़ करके प्रभु पर जो विश्वास होना चाहिए वो विश्वास तोड़ करके शैतानी की बातों पर उन्होंने विश्वास किया, उसको अमल किया। इसी कारण क्या हो गया, वहां पर प्रभु का निंदा हो गया। അങ്ങനെ ദൈവഹൃദയത്തെ സ്വീകരിക്കാതെ സാത്താനെ സ്വീകരിച്ച മനുഷ്യവർഗത്തെ ദൈവം വീണ്ടും രക്ഷിക്കുമ്പോൾ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ വന്ന് ദൈവം നല്ലവനാണെന്ന് വെളിപ്പെടുത്തുന്ന യാഗത്തിന്റെ പ്രതിനിധിയാണ് നമ്മൾ ഈ യാഗങ്ങളിലൂടെ കാണുന്നത്. अभी हम देखते हैं कि इस रीति में वो परमेश्वर को इनकार करके शैतान की बातों को स्वीकारने के कारण उन लोग बिल्कुल शैतानिक रीति का एक व्यवस्था में आ गया, परंतु उनको बचाने के लिए ये बलि के द्वारा, जबकि परमेश्वर ने अपने एकलौता पुत्र दे करके हमें छुटकारा देने वाला था, उसकी छाया में दिया हुआ बात था ये जो भी बलि है। നമ്മൾ എബ്രായ ലേഖനം 11-7 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നോഹ ഒരു യാഗപീഠം പണിതു, അപ്പോൾ തന്നെ ഒരു പെട്ടകവും പണിതു. എന്തിനാണ് നോഹ പെട്ടകം പണിതത്? जब इब्रानियों का पत्री उसका 11-7 में नोहा ने एक जहाज बनाया, साथ ही साथ उन्होंने एक वेदी भी बनाया। क्यों नोहा ने वेदी बनाया और जहाज बनाया? विश्वास से नूह ने उस बातों के विषय में जो उस समय दिखाई न पड़ती थी चेतावनी पाकर भक्ति के साथ अपने घराने के बचाव के लिए जहाज बनाया। और തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ നോഹ ഒരു പെട്ടകം പണിതു. उसने अपने परिवार को बचाने के लिए उन्होंने एक जहाज बनाया। ഇതിന് വലിയ അർത്ഥം പുതിയ നിയമത്തിലുണ്ട്. इसका बहुत गहरा अर्थ नया नियम में है। നമ്മൾ അതിന്റെ ആ നോഹ പെട്ടകം പണിത് രക്ഷ പ്രാപിച്ചു എന്ന് പറയുമ്പോൾ പ്രവൃത്തിയാലാണ് രക്ഷയെന്നുള്ള ഒരു ഊന്നൽ കൊടുക്കുന്ന രീതിയിൽ ദേവദാസന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. नोहा ने जहाज बना करके लोग बेच गया ये बात को लेकर के मतलब कामों के द्वारा उदार है करके बहुत से लोग इस विषय को लेकर के ऐसा सिखाता है। ഇവിടെ നമ്മൾ വാസ്തവമായി കാണുന്നത് എന്താണെന്നറിയാം, ദൈവത്തിന് ന്യായവിധി വരുമ്പോൾ ഈ ന്യായവിധിയിൽ നിന്നും തന്നെ രക്ഷിക്കുന്നത്, നോഹയും കുടുംബത്തെ രക്ഷിക്കുന്നത് പെട്ടകമാണെന്നുള്ള बोध्यम तनिक नल्ल विश्वासताल तनिक उറപ്പായി. अभी यहाँ पर विषय क्या है कि इस परमेश्वर का न्याय आने के समय में इस मतलब जहाज के द्वारा अपना और अपना परिवार का बचाव है करके नोहा को पूर्ण रूप में विश्वास हो गया. ഇവിടെ ആർക്കെന്ന് പറയുന്നത് നമ്മളൊരു പെട്ടകം എന്നതിനേക്കാൾ അധികം പിന്നീട് വരുന്ന നമ്മളെ മോശയിൽ കൂടെ ദൈവം കൊടുക്കുന്ന സമാധാന കൂടാരത്തിലെ ആർക്കെന്ന നിലയിലാണ് ഇവിടെ നമ്മൾ കാണേണ്ടത്. കാരണം എവിടെ ആർക്കുണ്ട് അവിടെ ഇസ്രായേലിന് രക്ഷ കാണുന്നതായിട്ട് നമുക്ക് പിന്നീട് കാണുന്നു. यहाँ पर ये जहाज किस बात को दिखाता है, वो संदूक को दिखाता है. जब मिलावट तंबू जब आता है उस समय में वो जो बात जो परमेश्वर का पूर्ण उपस्थिति का और पूर्ण मतलब छुटकारा का कार्य का वो महान भेद को ये जहाज दिखाता है करके हम लोग आगे आकर के इन बातों से देख सकते हैं. അവിടെ നമ്മൾ കർത്താവ് ഈ നോഹയുടെ കാലത്തെ പെട്ടകത്തെ കുറിച്ച് ആർക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ മത്തായിയുടെ സുവിശേഷം അതിന്റെ 24-38 ജനം തിന്നും കുടിച്ചും വിറ്റും നട്ടും നടന്നു, നോഹയും കുടുംബവും പെട്ടകത്തിൽ കടന്നു. अभी वो इसी प्रकार का उस संदूक की मानव अर्थ देने वाला बात मत्ती 24-38 वचन में हम देखते हैं कि वे लोग उस समय में खाते पीते थे और नोहा और उनका परिवार जहाज में होकर के बच गया. അപ്പോൾ അതിന്റെ അകത്ത് നോഹയും ജനവും അകത്ത് കടന്നപ്പോൾ എന്ത് സംഭവിച്ചു? जब नोहा और उनका परिवार और जो प्रभु का आज्ञा के अनुसार और जीवी अब जो प्रवेश होने के बाद में फिर क्या हुआ? വെളിയിൽ ന്യായവിധിയാ. हाँ, बाहर परमेश्वर का मतलब न्याय हो गया या वहां पर ताड़ना का कार्य चल रहा है. അവിടെ വെള്ളം പെരുകി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ ന്യായവിധിയാണ്. वहां पर जब पानी बढ़ गया, बड़ा बड़ा बाढ़ आ गया, वो परमेश्वर का न्याय था. അപ്പൊ പെട്ടകത്തിന്റെ അകത്തുള്ളവർക്ക് രക്ഷയുണ്ട്. अभी यहाँ पर जो जहाज के अंदर है उनको छुटकारा है. അത് കൃപയാണോ പ്രവൃത്തിയാണോ?
क्या वो प्रभु का अनुग्रह है या उनका काम है? തീർച്ചയായിട്ടും ദൈവത്തിന്റെ കൃപയാണ്. ये निश्चय प्रभु का अनुग्रह കാരണം है, ആ തലമുറയിൽ നോഹയ്ക്കും കുടുംബത്തിനും കൃപ ലഭിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. क्योंकि हम लोग देखते हैं कि उस पीढ़ी में नोहा और उनका परिवार पर प्रभु का अनुग्रह हुआ करके हम लोग वचन में देखते हैं. അപ്പൊ അവിടെ നോഹയോടുള്ള ബന്ധത്തിൽ ദൈവം ആ കുടുംബത്തെ രക്ഷിക്കുമ്പോൾ ദൈവം എല്ലാ കാലത്തേക്കുമുള്ള ഒരു സദ്വർത്തമാനം പറയുകയാണ്. ആ പെട്ടകൻ ക്രിസ്തുവാണെന്നും ദൈവത്തിന്റെ ന്യായവിധിയെ അഭിമുഖീകരിച്ചത് ക്രിസ്തുവാണെന്നും ഒരുവൻ ക്രിസ്തുവിലായാൽ ദൈവത്തിന്റെ ന്യായവിധി ഇല്ല എന്നും നമുക്ക് നല്ലൊരു സദ്വർത്തമാനം നോഹ തരികയാണ്. अभी नोह की जाज के द्वारा बचाया गया हुआ नोह और परिवार हमें क्या सबक सिखाता है? क्योंकि मानव परमेश्वर की झारे ताड़ना जो मानव जाति के ऊपर आना चाहिए था वो यीशु मसीह ने उड़ा करके हम मानव को सेफ्टी कर दिया, सुरक्षित कर दिया. ये बात जहाज के अंदर रहने वाला नोहा और उनका परिवार और वो जीवित दिखाता है, क्योंकि वो लोग बच गया और जो हमारे प्रति जो भी ताड़ना आना था हमारे प्रभु यीशु मसीह ने लिया. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നോഹ അധ്വാനിക്കണ്ട. अभी यहाँ पर नोहा ने कुछ मेहनत नहीं करना. നോഹ എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കണ്ട. नोहा को यहाँ पर मुझे बचाओ बचाओ करके प्रार्थना करने की जरूरत नहीं. ദൈവം അവനെ രക്ഷിച്ചത് കണ്ട് സന്തോഷിച്ചാൽ മാത്രം മതി. सिर्फ परमेश्वर ने उसको जो बचाया वो बात को देख करके नोहा क्या करना चाहिए? सिर्फ आनंद मनाना चाहिए. ഈ ഒരു പശ്ചാത്തലം കണ്ടുകൊണ്ടാണ് പത്രോസ് ലേഖനം എഴുതുമ്പോൾ 1 പത്രോസ് 3:20 വായിക്കുന്നത്. അല്പജനം എന്ന് വെച്ചാൽ 8 പേർ. ഒന്ന് വായിക്കാം. इन बातों को देख करके पत्रोस अपना पत्री में पहला पत्रोस 3 अध्याय का 20-21 वचन में हम लोग देखते हैं कि थोड़ी लोग उस जहाज में बिछ गया. हम लोग पढ़ेंगे उसको. जिन्होंने उस बात के समय में आज्ञा न मानी जब परमेश्वर नूह के दिनों में धीरज धरकर ठहरा रहा और वह जहाज बनाता रहा जिसमें बैठकर थोड़े लोग अर्थात 8 प्राणी पानी के द्वारा बचे गए. ഓക്കെ. ഇവിടെ നമ്മളൊരു ആ വാക്കിന്റെ പ്രയോഗത്തിൽ വെള്ളത്തിലൂടെ രക്ഷപ്പെട്ടു എന്നുള്ളത് കൊണ്ട് രക്ഷ സ്നാനത്തിലൂടാണെന്നുള്ള നിലയിൽ ഉപദേശം മാറ്റി. अभी यहाँ पर भी आप देखना मनुष्य कैसा मतलब धोखा खाता है. जब इस पत्र में लिखा है कि लोग उस पानी के द्वारा बच गया करके जब लिखा तो कई लोगों ने क्या किया? बपतिस्मा के द्वारा उधार है करके एक गलत एक व्याख्या उसका प्रति लाया. അവിടെ വെള്ളം എന്തിനാണ് കാണിക്കുന്നത്? परंतु यहाँ पर पानी किसको दिखाता है? ദൈവത്തിന്റെ ന്യായവിധിയാണ്. परमेश्वर की उस न्याय को दिखाता है. ഈ ന്യായവിധിയിൽ നിന്ന് ആര് രക്ഷിക്കുന്നു? और इस न्याय से कौन बचाता है? പെട്ടകൻ രക്ഷിക്കുന്നു. उस जहाज बचाता है. ഈ പെട്ടകം ആരാണ്? और ये जहाज किसको दिखाता है? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ये प्रभु यीशु मसीह है. അപ്പൊ യേശുവിനെ വിശ്വസിച്ചാൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ന്യായവിധിയിലൂടെ യേശു പോയതുകൊണ്ട് ആ യേശുവിൽ എന്നെ ഉൾപ്പെടുത്തി ദൈവം എന്നെ രക്ഷിക്കുകയാണെന്നുള്ള സദ്വർത്തമാനമാണ് നോഹി കിട്ടുന്നതും ഈ കാലത്തും ഏത് കാലത്തും അങ്ങനെ തന്നെയാണ്. इसका अर्थ क्या है कि जो भी मतलब न्याय का जो ताड़ना था वो हमारा प्रभु यीशु मसीह ने उड़ाया. इसलिए जो भी यीशु मसीह में विश्वास करेगा वो व्यक्ति मसीह के द्वारा होने वाला न्याय से बच जाएगा. उस बात का एक बहुत बड़ा एक सबूत ये नोहा और परिवार और जीवियों का जो बचाए जाने के द्वारा हमें सिखाता है. അപ്പൊ നോഹ പെട്ടകം പണിത് രക്ഷ പ്രാപിച്ചു അതുകൊണ്ട് പ്രവൃത്തിയാലാണെന്ന് പറയുന്നവരോട് നമ്മൾ എന്ത് ഉത്തരം പറയും? अगर आप सोचिए, अगर हम कुछ लोग बोलते हैं कि नोहा ने तो जहाज बनाई थी इसलिए तो बच गया, इसलिए काम के द्वारा उधार करके बोलने वालों से हम क्या कहेंगे? അതുകൊണ്ടാണ് നമ്മൾ പുതിയ നിയമ വെളിച്ചത്തിൽ നമ്മൾ കാണും. ഇപ്പോൾ ഒരു ലോക്കൽ സഭയുണ്ട് എന്ന് ചിന്തിക്കുക. अभी आप सोचिए, अगर नया नियम की व्यवस्था के अनुसार आपको ये बात को जानना है. अभी आप सोचिए जहाँ पर एक स्थानीय मंडली है. ആ സ്ഥാനീയ സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പെട്ടകമാണ്. ആർക്കാണ്? क्योंकि वो स्थानीय मंडली जो है वो परमेश्वर की संदूक है या ये जहाज है. അപ്പൊ രക്ഷ പ്രാപിച്ചവരെല്ലാം അതാത് സ്ഥലത്ത് ദൈവത്തിന്റെ സാക്ഷ്യത്തിന് വേണ്ടി മോശ മുഖാന്തരം വന്ന ആ പെട്ടകം തീർക്കുന്ന കാര്യമാണ്. അല്ലാതെ ഒരു രക്ഷപ്പെടാൻ വേണ്ടി ഒരു 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 ബോട്ട് ഉണ്ടാക്കുന്ന കാര്യമല്ല. जो भी उद्धार पाया है वो लोग सभी लोग स्थानीय मंडली में एकत्रित होता है. वो उस जहाज के समान है या मतलब उस संदूक के समान है. इसके अलावा एक संदूक बनाने वाला बात नहीं है. അത് ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. क्योंकि वो संदूक या ये जो जहाज है वो प्रभु यीशु मसीह की छाया है. ഇത് പറഞ്ഞാൽ മോശയുടെ കാലത്തെ നിയമപ്പെട്ടകം, जब मूसा के समय का वो संदूक. ഇപ്പൊ ലോക്കൽ സഭ എന്താണ്? अभी ये स्थानीय मंडली क्या है? പെട്ടകമാണ്. ये वो उस जहाज है या वो संदूक है. ദൈവത്തിന്റെ മുഴുവൻ ക്രമീകരണം അവിടെയാണ്. क्योंकि परमेश्वर का सारा कार्य इस जहाज में या इस संदूक के द्वारा है. പിന്നീടുള്ള കാലഘട്ടത്തിൽ ഒരു പെട്ടകം വരുന്നതിന്റെ നിഴലായിട്ടാണ്
നോഹയിലൂടെ അത് പണിതത് ദൈവം അത് കാണിച്ചു കൊടുക്കുകയാണ്. क्योंकि फिर आने वाला भविष्य में परमेश्वर को जो बचाने का जो जहाज आएगा वो यीशु मसीह, उस बात को प्रभु यहाँ पर लोगों को दिखा रहा है. അപ്പൊ നമ്മളിപ്പോ എവിടെയാണ്? अभी हम कहाँ पर हैं? പെട്ടകത്തിലാണ്. हम जहाज के अंदर हैं. എന്ന് പറഞ്ഞാൽ അർത്ഥം, इसका अर्थ क्या നീ है? ഒരു ശരിയായ ലോക്കൽ സഭയിലാണോ? अगर आप सचमुच में स्थानीय मंडली में रहे तो, ആ സഭ ദൈവത്തിന്റെ സാക്ഷ്യമാണ്. क्योंकि वो मंडली जो है वो प्रभु यीशु मसीह का गवाह है. അവിടെ वो ദൈവ देश का, അവിടെ ദൈവത്തിന്റെ സാക്ഷ്യമുണ്ട്, वहां पर प्रभु का गवाही है, ദൈവത്തിന്റെ വചനമുണ്ട്, परमेश्वर का वचन है, ദൈവത്തിന്റെ നല്ല നടപ്പുണ്ട്, परमेश्वर का अच्छा चाल चलन है, ദൈവത്തിന്റെ പരിശുദ്ധാത്മ അവിടെ മാത്രമേ ഉള്ളൂ. परमेश्वर की आत्मा का कार्य सिर्फ वही है. അപ്പോൾ നമ്മളിപ്പോ എവിടെയാണ്? अभी हम कहाँ पर है? പെട്ടകത്തിന് പുറത്തോ അകത്തോ? ഈ പെട്ടകം ആരാണ്? ക്രിസ്തുവാണ്. हम उस जहाज के अंदर है या बाहर है? अभी ये जहाज क्या है? कौन है? हाँ। वो प्रभु यीशु मसीह है. ഓ, പെട്ടകത്തിന് പുറത്തുള്ളവർ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അതുപോലെ അല്ല പെട്ടകത്തിന് അകത്തുള്ളവർ. ഇപ്പം നോഹയും കുടുംബവും തീർച്ചയായിട്ടും ഭക്ഷിച്ചു. अभी हम देखते हैं कि उस नोह का समय में भी लोग खाते पीते थे, शादी करते थे, रहते थे, परंतु नोह भी जरूर भोजन खाया. നമ്മൾ വാസ്തവമായി ചിന്തിച്ചാൽ 1000 വർഷത്തെ കർത്താവിന്റെ ഭരണത്തിന്റെ ഒരു ക്രമീകരണം നോഹയുടെ പെട്ടകത്തിൽ വരികയാണ്. अभी अगर हम सचमुच में थोड़ा लंबा रीति में अगर सोचेगा तो प्रभु यीशु मसीह की 1000 साल का राज्य का अनुभव भी ये नोह के जहाज के अंदर होते हुए हम देखता है. അവിടെ ഒരു ദൈവരാജ്യം വന്നു കഴിഞ്ഞു. क्योंकि वहां पर एक परमेश्वर का राज्य उसके अंदर आ चुके हैं. അവിടെ സമൂഹമുണ്ട്, वहां पर शहर है അവിടെ കുഞ്ഞാടുണ്ട്, और मेमना है. ഒരു വിരുദ്ധവുമില്ല. वहां पर उन लोगों के आपस में कोई गड़बड़ी नहीं. അവരുടെ ക്രോധം പ്രകടമാക്കാനുള്ള സ്ഥലമല്ല. वहां पर उनका किसी का क्रोध दिखाने वाला वो जगह नहीं हो. അത് ദൈവം നല്ലവനാണെന്നും സ്നേഹവാനാണെന്നും ദൈവരാജ്യത്തിന്റെ ശരിയായ ഒരു പ്രതിധ്വനി എവിടെ വരികയാണ്? ഈ പെട്ടകത്തിനുള്ളിൽ വരികയാണ്. എല്ലാവർക്കും സന്തോഷം, സമാധാനം, ആഹാരം അവർ ഭക്ഷിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം ദൈവത്തിന് മഹത്വത്തിന് വേണ്ടിയാണ്. अभी आप देखिए वो जहाज के अंदर जो भी आया, शहर अपना वो पुराना आदत नहीं दिखाता, वो बदल गया. अभी वो बोलता है कि परमेश्वर कितना बड़ा है, मैं बेच गया. वो बाहर सब लोग मर गया तो मैं बेच गया, प्रभु का अनुग्रह से बेच गया बोल करके उसकी अपना दादागिरी गुंडागिरी नहीं दिखाता. वो क्या करता? वो मेमने के साथ बोलता है तू मेरे से भी बड़ा है, मैं तेरे से छोटा बोल करके शेर भी उधर ही रहता है. परमेश्वर का राज्य का एक महत्वपूर्ण छाया वहां पर देखते. പ്രൈസ് ദി ലോർഡ്. നാസിക്കിലെ സഭ ദൈവത്തിന്റെ പെട്ടകമാണ്. प्रियो नासिक मंडली भी क्या है? परमेश्वर का एक जहाज है. അവർ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുണ്ട്. वे लोग खाते पीते हैं, പക്ഷെ ദൈവഭരണത്തിലാണ്. परंतु वो परमेश्वर की उस अधिकार की अधीन में है. എല്ലാം ദൈവത്തിന്റെ മഹത്വം. തിന്നാലും കുടിച്ചാലും സംസാരിച്ചാലും പ്രവർത്തിച്ചാലും വാക്കിനാലും ക്രിയയാലും ദൈവത്തിന്റെ മഹത്വം. हर एक बात जो खाओ पियो बात करो कुछ भी करो, परंतु परमेश्वर की महिमा का उस महिमा देते हुए महिमा के लिए करता है. പുറത്തെന്താണ്? परंतु बाहर क्या है? അവരും തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുണ്ട്. वे लोग भी खाता पीता है, പക്ഷേ ന്യായവിധിയാണ്. परंतु उसके लिए दंड है. അവൻ നോഹ ഒരു പെട്ടകം പണിതു എന്ന് പറഞ്ഞതുപോലെ നമുക്കും ഒരു പെട്ടകം പണി ഉണ്ട് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ അത് വായിക്കുന്നുണ്ട്. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം. ഇതാണ് ഒരു സഭ സ്ഥാപിക്കപ്പെട്ട് കഴിയുമ്പോൾ അവിടുത്തെ ദൈവദാസന്മാർ ആ ജനത്തിനു വേണ്ടി യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ഇവര് ക്രിസ്തുവിൽ ഒന്ന് നിറഞ്ഞിരുന്നെങ്കിൽ, കാരണം ആ ദൈവഭരണത്തിലേക്ക് ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതാണ് യഥാർത്ഥ സ്ഥാനീയ സഭ. प्रियो, हमारे जीवन में भी एक बात जानना है कि नोहा ने जैसे जहाज बनाया, ऐसा प्रभु में आया हुआ हर एक लोगों को उदार पाया हुआ हर एक लोगों को एक काम है, वो है मंडली को बनाना. मंडली क्या है? प्रभु यीशु मसीह का शरीर है या यीशु मसीह की छाया है. तो वहां पर क्या है? जैसा गलातियों 4:19 वचन में हम पढ़ता है कि जब तक तुम में मसीह की रूह ना बन जाए तब तक मुझे प्रसव वेदना बोल करके प्रेषित पौलुस गवाही देता है. और हर एक को एक दूसरे को मसीह की जैसा बनाने का एक बहुत बड़ा काम मंडली में आया हुआ या उधार पाया हुआ हर एक लोगों का कर्तव्य है. सबका एक काम है. वो बोझ के साथ प्रेषित पौलुस प्रभु का मिला हुआ उस सामर्थ्य के अनुसार हर एक लोगों को मसीह में सिद्ध करने के लिए प्रयास करता था. നമ്മൾ ഈ വചനം കേൾക്കുന്ന വിശുദ്ധന്മാരെ, നിങ്ങൾക്ക് ഒരു പെട്ടകം ഉണ്ടോ? क्या ये वचन सुनने वाला पवित्र लोगों, आपके जीवन में आपके लिए एक जहाज है क्या? നമ്മൾ എന്തിനു വേണ്ടി? ലോകത്തെ പണിയുകയാണോ പെട്ടകം പണിയുകയാണോ? हम लोग क्या आजकल करता है? हम जहाज बना रहा है या ये दुनिया को हमारा बना रहा है? ഏതെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. हम लोग कुछ तो जरूर करना ही पड़ता है. അതുകൊണ്ട് ദൈവജനത്തോട് ചേർന്ന് നമ്മൾ ആ പെട്ടകം പണിയിൽ നമ്മൾ വ്യാപൃതരായിരിക്കുന്നു. അത് ലോകത്തെ പണിയാൻ വേണ്ടി വ്യാപൃത. ഏതെങ്കിലും ഒന്നിൽ നമ്മൾ വ്യക്തമായി വചനത്തിന്റെ ആ രക്ഷയുടെ പദ്ധതി ദൈവം പൂർത്തീകരിച്ചപ്പോൾ തന്നെ സ്നേഹം മുഴുവനും പ്രകടമാക്കുന്ന ആ യാഗവും യാഗപീഠവും
ആ പെട്ടകവും വളരെ അർത്ഥവത്താണ് നോഹയുടെ ജീവിതത്തിൽ. प्रियो, हम लोग एक बात को जानना, हम लोग उधार पाने के बाद में हम लोग वास्तव में मंडली को बनाना चाहिए या प्रभु का इस जहाज को बनाना या प्रभु का संदूक को बनाना इस काम में लगा हुआ है, या हम लोग दुनिया की बातों को दुनिया को बनाने के लिए उसके पीछे है क्या? ये बात को जानना, जो भी प्रभु में आया है उनके एक कर्तव्य है, वो जरूर मंडली में प्रभु की महिमा के लिए मंडली को तैयार करना. അപ്പൊ നോഹയുടെ ഉടമ്പടി കഴിഞ്ഞിട്ട് ഇനിയും നമ്മൾ ആ ഉടമ്പടി ഒന്നും എടുത്ത് പ്രത്യേകിച്ച് നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് അത് അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് അതിൽ ഇനിയും തുടർന്ന് മുന്നോട്ട് പോകാം. ഇനിയും അടുത്ത 1000 വർഷത്തിൽ ദൈവം അബ്രഹാം എന്ന് പറയുന്ന ഒരു വ്യക്തിയിലൂടെ ഒരു രാഷ്ട്രം തന്നെ അല്ലെങ്കിൽ ഒരു സഭ അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ പ്രമാണവും ദൈവത്തിലുള്ള വിശ്വാസവും ദൈവം നല്ലവരാണെന്ന് തെളിയിക്കാൻ ഒരു ജനത്തെ ദൈവം ക്രമീകരിക്കുന്നതാണ് അടുത്ത കാര്യപരിപാടി. अभी तक हमने ये बात को देखा, नोह के साथ प्रभु ने जो वाचा बांधा था, नोह को जो बनाया था, नोह से जो करवाया था, वो बात हमने अभी मानो उस जहाज के द्वारा बहुत स्पष्ट रूप में देख लिया. उसके द्वारा कैसे प्रभु ने महान कार्य किया. परंतु अभी आगे जब अब्राहम के साथ परमेश्वर फिर वाचा बांधता है, तकरीबन 1000 साल के समय के बारे में उस वाचा के अंदर हम लोग कुछ बातों को देखते हैं. അബ്രഹാം ഉടമ്പടി ഇന്ന് ക്രിസ്ത്യ സഭയ്ക്ക് നല്ലതുപോലെ അറിയാവുന്ന ഒരു കാര്യമാണ്. और अब्राहम के साथ जो प्रभु ने वाचा बांधा था, वो बात आज मसीह मंडली बहुत अच्छी तरह जानते. ആ ജലപ്രളയം മുതൽ ന്യായപ്രമാണം മോശയെ തെരഞ്ഞെടുത്ത് ന്യായപ്രമാണം കൊടുക്കുന്നത് വരെയുള്ള കാലഘട്ടത്തെയാണ് ഈ അബ്രഹാം ഉടമ്പടി നിലനിൽക്കുന്നത്. अब ये मरा उस मोशे के समय के जल प्रलय से लेकर के मोशे के द्वारा जो व्यवस्था देने तक का समय, ये अब्राहम की साथ का वाचा का समय करके जाना जाता है. ഇവിടെ നമ്മള് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം മുതൽ നമ്മള് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം വരെയുള്ള കാലഘട്ടത്തിൽ പെടുന്നതാണ് ഈ 1000 വർഷം. जब हम लोग यहाँ पर उत्पत्ति 9 अध्याय से लेकर के निर्गमन 19 अध्याय तक का जो समय है, जो कि ये जो अब्राहम के साथ का वाचा का समय तकरीबन 1000 साल. ഇവിടെയും നമുക്ക് യാഗപീഠത്തിന്റെ ആ ചിത്രം കുറച്ചും കൂടെ വ്യക്തമായിട്ട് കൊണ്ടുവരികയാണ്. കാരണം യാഗത്തിന്റെ പ്രാധാന്യത അത് ദൈവം വ്യക്തമായിട്ട് അബ്രഹാമിലൂടെ ക്രിസ്തുവാണ് ഈ യാഗത്തിന്റെ എല്ലാം അല്ലെങ്കിൽ യാഗവസ്തു എന്ന് വ്യക്തമായി കാണിക്കുകയാണ്. अभी यहाँ पर हम देखते हैं कि अब्राहम के द्वारा इस वेदी के बारे में और भी एक गहरा पिक्चर, एक गहरा प्रकाश प्रभु हमें देता है. अभी वेदी भी प्रभु यीशु मसीह को दिखाता है और उसमें चढ़ाए जाने वाला वो भेड़ भी प्रभु यीशु मसीह को दिखाता है. ये बात हम अब्राहम की वाचा के द्वारा इस समय के अंदर हम देखते हैं. അവിടെ ഒരു അബ്രഹാമിന് വേണ്ടി വേറൊരു പുരോഹിതനില്ല, അബ്രഹാം തന്നെയാണ് അത് ചെയ്യുന്നത്. अभी हम यहाँ पर ये जानते हैं कि उस समय में अब्राहम के लिए एक अलग याजक नहीं था. वो जो भी कार्य था याजक का भी काम अब्राहम खुद करते थे. അബ്രഹാമിന്റെ സമയത്തുള്ള സമകാലികനായ വേറെ ഒരു വ്യക്തിയാണ് ഇയ്യോബ്. अभी आप सब जानते हैं कि तकरीबन अब्राहम का समकालीन एक व्यक्ति था इय्योब. അന്നും പാപപരിഹാരത്തിന് യാഗം ആവശ്യമാണ്. തന്റെ കുഞ്ഞുങ്ങൾ വലിയ സദ്യ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പാപം ചെയ്തു പോയി എന്ന് വിചാരിച്ച് രാവിലെ എഴുന്നേറ്റ് താൻ തന്നെ പുരോഹിതനായി യാഗം അർപ്പിച്ച് ദൈവസന്നിധിയിൽ തന്റെ മക്കളെ രക്ഷിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. और हम देखते हैं कि इय्योब की किताब में भी हम देखते हैं कि इय्योब के बच्चे लोग आपस में मिलकर के पार्टी करते थे. उस समय में कुछ ना कुछ गलती हो गया होगा, ये बात सोच के उनकी शुद्धिकरण के लिए इय्योब स्वयं याजक बन करके उनके लिए बलि करते थे करके हम लोग उस पहला अध्याय का 5 वचन में देखता है. ഞാൻ അതിനു മുമ്പ് നമ്മൾ നോഹയുടെ സമയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഇന്ന് ക്രിസ്തുവിലാണ്. നമ്മള് ഇരുട്ട് നമ്മെ വന്ന് പിടിക്കാതിരിക്കത്തക്കവണ്ണം നമ്മൾ ഇപ്പോൾ എവിടെയാണ്, വെളിച്ചത്തിലാണ് നോക്കി. നമ്മള് തെസ്സലോനിക്ക ലേഖനം അതിന്റെ 1 തെസ്സലോനിക്ക 5:1 ആ ഭാഗം ഞാൻ എടുത്തില്ല, അത് മറന്നുപോയി. നമ്മളിപ്പോൾ ക്രിസ്തുവിലാണ്, നമ്മൾ ഇരുട്ടിലല്ല, ന്യായവിധിയിലാണ്, നമ്മള് പെട്ടകത്തിന് ഉള്ളിലാണ് എന്നെല്ലാം അവിടെ സമർത്ഥിക്കുകയാണ്. अभी नोह का समय के बात बोलने के समय में कुछ बात मैं छूट गया था कि बात क्या है कि अभी हम लोग उस जलप्रलय से बच गया. ये बात किसको बताता है? अभी हम ज्योति में हैं, हम लोग उस भयंकर सजा से छुटकारा पा चुका है. हम लोग पहला तेसलोनिकियों 5 अध्याय उसका 5-6 वचन में भी हम देखते हैं कि हम ज्योति की संतान है, हम अंधकार के नहीं है. तो इस रीति में हमको पूर्ण रूप में प्रभु ने ज्योति में ला करके रखा है, हमें अंधकार से छुड़ा दिया है, हमें दंड से छुड़ा दिया है. ये सारे बात नोह के द्वारा बचा हुआ उस नोह परिवार को हम लोग देखते हुए हम समझ सकते हैं. ഇവിടെ നമ്മൾ ഇനി അബ്രഹാമിനെ കാണും. അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം വിളിച്ചപ്പോൾ മുതൽ തന്നെ ഒരു യാഗപീഠവുമായി തന്നെ ദൈവം ബന്ധിപ്പിക്കുന്നു. अभी हम देखते हैं कि जब अब्राहम को जब प्रभु का बुलाहट हुआ, उस बुलाहट के बाद में हम देखते हैं कि हमेशा अब्राहम के जीवन में ये वेदी के संबंध में प्रभु जोड़ दिया करके हम लोग देख सकते हैं. ഇവിടെ കുറച്ചും കൂടെ
കാര്യങ്ങൾ പ്രകടമാണ്. നമുക്ക് വായിക്കാം. അതായത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 8-ാം വാക്യവും 9-ാം വാക്യവും. अभी हम लोग पहले से बढ़ करके मतलब इस वेदी की बातों पर और भी प्रकाशन मिलने वाला बात है अब्राहम के जीवन के द्वारा. हम उसके लिए देखेंगे उत्पत्ति किताब 12 अध्याय का 8-9 वचन. उत्पत्ति उसका 12 अध्याय उसका 8 और 9 वचन. फिर वहां से आगे बढ़कर वह उस पहाड़ पर आया जो बैतल के पूर्व की ओर है और अपना तंबू उस स्थान में खड़ा किया जिसके पश्चिम की ओर तो बैतल और पूर्व की ओर एर है. वहां भी उसने यहोवा के लिए एक वेदी बनाई और यहोवा से प्रार्थना की. ഇവിടെ നമ്മള് നോഹയിൽ നിന്ന് കാണാത്ത കുറച്ചും കൂടെ കാര്യങ്ങൾ വെളിപ്പെട്ടു. ഒന്ന്, യാഗം അർപ്പിക്കുന്നവൻ ഒരു കൂടാരത്തിൽ വസിക്കണമെന്നും അവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കണമെന്നുമുള്ള ദൈവിക വെളിപ്പാടോട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ലോകത്തിലുള്ളവനല്ല അവൻ. യാഗപീഠവുമായിട്ടാണ് അവൻ ബന്ധപ്പെട്ടിരിക്കുന്നത്. അവൻ പാർക്കേണ്ടത് എവിടെയാണ്? സ്ഥിരമായി പണിതൊരു കെട്ടിടത്തിലല്ല. അവൻ പാർക്കേണ്ടത് കൂടാരത്തിലാണ്. അങ്ങനെ യാഗപീഠവും കൂടാരവും എന്ന ഒരു സത്യം ഇവിടെ പിന്നെയും വെളിപ്പെടുന്നു. अभी यहाँ पर हम क्या देखते हैं, नोआ के समय से बढ़ करके एक और भी जो ज्यादा गहरा प्रकाश हमें मिलता है. वो क्या है कि वो तंबू में रहते थे और वेदी के साथ जोड़ा जाते थे. बोलने का अर्थ क्या है? तंबू किसको बताता है? वो एक हमेशा का ठिकाना नहीं, वो यात्रा में है, वो यात्री है, तो परदेशी है, वो बात को दिखाता है. परंतु वो हमेशा एक वेदी के साथ जोड़ा हुआ है. അപ്പൊ അവിടെ ഇദ്ദേഹം ബെതേൽ, അവിടെ ബെതേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബെതേൽ എന്നാൽ ദൈവത്തിൻ്റെതായിരിക്കുന്ന അപ്പത്തിന്റെ ഭവനം എന്ന ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ അബ്രഹാം യാത്ര ചെയ്യുന്നത്. अभी अब्राहम किस दिशा में चल रहा है? वो बेदेल की ओर आगे बढ़ रहा है. बेदेल बोलेगा तो आपको मालूम है रोटी का भवन. तो रोटी की भवन या उस प्रभु की आशीर्वाद स्थान की लक्ष्य में अभी अब्राहम यहाँ से अभी चलते जा रहा है. അപ്പോൾ അബ്രഹാമിന്റെയും നമ്മുടെ ദൈവം പലപ്പോഴും യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണെന്ന് ദൈവം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ 3 പേരുടെയും ജീവിതത്തിൽ വളരെ വ്യക്തമായി യാഗപീഠം പണിത ചരിത്രമുണ്ട്. अभी हम देखते हैं कि जब इसराइल लोगों से प्रभु जब बात करता था, यहूदियों से बात करने के टाइम पर बार बार उनसे कहने वाले एक बात है, मैं अब्राहम इसहाक याकूब का परमेश्वर हूं. क्योंकि इन तीनों व्यक्तियों के साथ परमेश्वर का एक बहुत बड़ा गहरा अटूट संबंध है. क्योंकि ये तीनों के जीवन में हम वेदियों को देखता है. അപ്പൊ അവരുടെ ദൈവം അത് വിളിക്കാൻ ദൈവം ലജ്ജിക്കുന്നില്ല. अभी उनकी परमेश्वर के कहने के लिए परमेश्वर नहीं लज्जाता. അവിടെ നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. और हम एक वचन को पढ़ेंगे. താന് അർപ്പിച്ച യാഗപീഠം പണിതപ്പോൾ തന്റെ പുത്രനെയും കൂടെ ആ യാഗപീഠത്തിൽ വെക്കേണ്ടതാണെന്നുള്ള അർത്ഥ പ്രകാശനം തനിക്ക് ആദ്യം കിട്ടിയിരുന്നില്ല. अभी जब इस प्रकार वेदी बना करके उसमें जानवरों को चढ़ाते थे, पर उस समय में अब्राहम को ये नहीं मालूम था कि अब्राहम को मिलने वाला वो बेटा इसहाक को भी इस प्रकार एक दिन वेदी पर चढ़ाना पड़ेगा. वो बात का ज्ञान उस समय में अब्राहम को नहीं था. അപ്പോൾ എന്താണ് നമ്മൾ യാഗപീഠത്തിന്റെ 22-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 22:9. और भी गहराई में जानने के लिए उत्पत्ति किताब 22 अध्याय उसका 9 वचन पढ़ेंगे. जब वे उस स्थान को जिसे परमेश्वर ने उसको बताया पहुंचे, तब अब्राहम ने वहां वेदी बनाकर लकड़ी को चुन चुन कर रखा और अपने पुत्र इसहाक को बांध कर वेदी पर की हुई लकड़ी के ऊपर रख दिया. ഇവിടെ നമ്മൾ ഒരു തത്വം കാണുകയാണ്. यहाँ पर हम एक व्यवस्था देखता है. ദൈവത്തിന്റെ ജനം, परमेश्वर का जन, ദൈവം എന്ത് കൊടുത്താലും परमेश्वर जो भी देता है, അവൻ എന്തുണ്ടെങ്കിലും वो उनका पास जो भी है അത് യാഗപീഠത്തിൽ വെക്കണം. वो वेदी में चढ़ाना है അത് കത്തിത്തീരണം. और वो जल करके खत्म होना है. ആ കത്തിത്തീർന്ന ചാരത്തിൽ നിന്നും ദൈവം പുനരുദ്ധാനത്തിൽ ഇതെല്ലാം അവർ തിരികെ കൊടുക്കും. और वो जो जल करके राख बन गया, उस राख से प्रभु क्या करेगा? उनको सब कुछ वापस लौटाएगा. അതൊരിക്കലും നഷ്ടമാകത്തില്ല. वो कभी भी नष्ट नहीं होगा. അതിന്റെ പ്രാകൃത സ്വഭാവം നഷ്ടപ്പെട്ടിട്ട് क्योंकि उसका जो स्वभाव जो है वो नष्ट होकर അത് ഉരുകി वो जल कर खत्म होकर ഒരു പുനരുദ്ധാനത്തിന്റെ, ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തെ കാണിക്കുന്നതാണ്. ये एक पुनरुत्थान का अनुभव. ये बात किसको दिखाता है? हमारा प्रभु यीशु मसीह का हमारे लिए मरना, गाड़ा जाना, जीवन को बनाता है. ഇത് അപ്പോൾ നമുക്ക് യാഗപീഠം ഉണ്ടോ? हमारे जीवन में वेदी है क्या? തീർച്ചയായിട്ടും
निश्चय जाने നമ്മൾ റോമലേഖനം 12 അധ്യായത്തിൽ എന്താണ് വായിക്കുന്നത്? हम लोग रोमियों के किताब उसका रोमियों का पत्री 12 अध्याय के 1-2 वचन में अब क्या देखता है? നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പ്രാകൃത ശരീരമായിരുന്നു. प्रियो, हमारा जो शरीर है वो स्वाभाविक शरीर था. എന്നാൽ ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ക്രൂശിക്കപ്പെട്ടിട്ട് जब हम प्रभु यीशु मसीह के साथ विश्वास के द्वारा जब सूली पर चढ़ाया गया, നമ്മുടെ ശരീരാവയവങ്ങളെല്ലാം ക്രിസ്തു വിലയ്ക്ക് വാങ്ങി. अभी हमें और हमारा अंगों को प्रभु ने दाम दे करके मोल लिया. ഇനി ഞാൻ എനിക്കുള്ളവനല്ല, अभी मैं मेरा नहीं, ഞാൻ ദൈവത്തിന്റെ ഒരു സാക്ഷിയാണ്. अभी मैं प्रभु का एक गवाह है. ദൈവത്തിന്റെ എല്ലാ സ്വത്തിനും ഞാൻ അവകാശിയാണ്. अभी मैं प्रभु का जो कुछ है उसका मैं अवकाशी हूँ. ഇതാണ് അബ്രഹാം. കാരണം അബ്രഹാമിന് അനുഗ്രഹിക്കപ്പെട്ട നീരോട്ടമുള്ള സ്ഥലമെല്ലാം ലോത്ത് എടുത്തപ്പോഴും അബ്രഹാമിനെ ദൈവം ധൈര്യപ്പെടുന്നത് നിന്റെ അവകാശം ഞാനാണ്. यहाँ पर हम जानते हैं कि एक समय में अब्राहम से लोत विदा हुआ. उस समय में चुनौती करने के लिए अब्राहम ने लोत को अवकाश दिया. लोत ने वो सारे हरियाली और अच्छा हमारा देश को चुन लिया. लेकिन प्रभु उस समय में अब्राहम को क्या बोला? तेरा अवकाश, तेरा प्रतिफल मैं हूं करके प्रभु ने अब्राहम को वचन दिया. നമുക്ക് 26-25 വാക്യത്തിൽ വായിക്കുമ്പോൾ ഇസാക്ക് യാഗപീഠം പണിതു. अभी इसके बाद में हम जब देखता है उत्पत्ति 26 अध्याय का 25 वचन में वहां पर इसहाक ने एक वेदी बनाया. അതും ഈ തത്വം തന്നെയാണ്. और वहां पर भी हम देखते हैं कि यही व्यवस्था है. ഇസാക്ക് യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചതിന് ശേഷം ദേശത്ത് അവൻ വിതച്ചു 100 മേനി വിളഞ്ഞു എന്ന് വായിക്കുന്നു. और हम देखते हैं कि जब अब्राहम ने इसहाक ने वेदी बनाने के बाद में देश में बोया और 100 गुना फल आया करके हम लोग वहां पर देखते हैं. കാരണം അവൻ വിതച്ചത് എല്ലാം ആത്മാവിലുള്ള വിതയായിരുന്നു. क्योंकि इसहाक ने जो भी बोया वो आत्मा में बोया. അതെല്ലാം പുതിയ നിയമത്തിൽ എത്ര കൃത്യമായിട്ടാണ് നമുക്കത് പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തരുന്നത്. प्रियो, नया नियम की मंडली के लिए ये कितना अच्छी रीति में प्रभु की आत्मा हमें प्रकाशित कर देता है. നമുക്ക് അപ്പോൾ അബ്രഹാമും ഇസ്ഹാക്കിനെ കുറിച്ച് നല്ല ഒരു സാക്ഷ്യമുണ്ട്. അവർ നല്ലവരാണ്, ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കുന്നതിൽ ലജ്ജിക്കുന്നില്ല. എന്നാൽ യാക്കോബിനെ കുറിച്ച് നമ്മൾ വേറൊരു നിലയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. अभी हम देखते हैं कि अब्राहम और इसहाक के बारे में वे लोग मतलब परमेश्वर की लोग करके कराने में प्रभु को लज्जा नहीं होता. लेकिन जब हम याकूब या और जब आता है, हम एक और दिशा में याकूब के जीवन को कुछ समय तक देखता है. അപ്പം യാക്കോബിനെ ദൈവം എന്തുകൊണ്ടാണ് യാക്കോബിനെ ദൈവം എന്ന് പറയുന്നത്? याकूब ने परमेश्वर क्यों याकूब का परमेश्वर के नहीं कहा? യാക്കോബ് ചതിയനാണ്, क्या याकूब एक धोखा देने वाला है? അവർ ഉപായിയാണ്. उसमें बहुत उपाय का कार्य है. അങ്ങനെ പല തന്ത്രങ്ങളും തന്നിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ദൈവം, ഈ സത്യവാനായ ദൈവം, നീതിമാനായ ദൈവം ഞാൻ യാക്കോബിന് ദൈവമാണെന്ന് പറയുന്നത്? इतना चतुराई रहने के बावजूद भी परमेश्वर ने क्यों कहा कि मैं याकूब का भी परमेश्वर हूँ? ഞാൻ പലപ്പോഴും വചനം വായിക്കുമ്പോൾ ദൈവം അബ്രഹാമിന്റെ ഇസാക്കിനെ ദൈവമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് വളരെ പ്രയാസം ഉണ്ടായിരുന്നു. കാരണം ഞാൻ അബ്രഹാമിനെ പോലെ ഇസാക്കിനെ പോലെ അല്ല. क्योंकि अगर मैं वचन पढ़ने के समय में मेरे अंदर ऐसे एक भावना विचार होते थे कि यदि मैं अब्राहम और इसहाक का परमेश्वर करके प्रभु कहता तो मेरे दिल में भी बहुत दुख होता, क्योंकि मैं अब्राहम और इसहाक के जैसा नहीं. എന്നാൽ യാക്കോബിന്റെ ദൈവം എന്ന് പറയുമ്പോൾ നമുക്കൊരു ആശയുടെ വഴി തുറക്കുകയാണ്. परंतु मैं याकूब का भी परमेश्वर करके जब कहा तो इसका मतलब हमारे लिए एक बड़ा आशा का किरण खुल जाता है. കാരണം ഏത് മോശപ്പെട്ട വ്യക്തിയെയും ദൈവ രൂപാന്തരത്തെ എടുക്കുന്ന യാഗപീഠം എന്ന ക്രമീകരണത്തിലാണ് യാക്കോബ് അത് അനുഗ്രഹിക്കപ്പെട്ടത്. अभी हम देखते हैं कि कितना भी मतलब खराब व्यक्ति हो, मतलब बहुत खतरनाक व्यक्ति क्यों ना हो, वो व्यक्ति को भी परमेश्वर अच्छा बनाता है. वो बात ये वेदी दिखाता है. നമുക്കറിയാം, തന്റെ ലാബാന്റെ അടുക്കൽ നിന്നുള്ള സ്വത്തുകളെല്ലാം വന്ന് തന്റെ ജ്യേഷ്ഠനായ കാണാനായിട്ട് പോകുമ്പോൾ യാബോ കടൽ തീരത്ത് അവൻ എത്തിയപ്പോൾ അവൻ വളരെ ഉപായം ചെയ്തിട്ടാണ്. കാരണം താൻ ഏശാവ് തന്നെ പിടിക്കുകയും തന്നെ നശിപ്പിക്കുകയും ചെയ്യുമെന്നുള്ള ഭയം കൊണ്ട് അവൻ തന്റെ ഭാര്യയെയും മക്കളെയും എല്ലാം മുമ്പിൽ കടത്തിവിട്ട് സമ്മാനമായി കൊടുത്തുവിടുകയാണ്. अभी हम देखते हैं कि याकूब कैसा आदमी था. वो लाबान के पास, मामा लाबान के पास गया और उधर जाकर के बहुत धोखा खाया. आकर लाबान को लूट करके वो निकला. और जब याबोक नदी के पार उन्होंने अपने दोनों पत्नी और उनके सारे परिवार को पार कराया. इसके बाद में हम देखते हैं कि याकूब अकेला उस नदी के किनारे में रह गया. അവിടെയാണ് ദൈവം ഇടപെടുന്നത്. वहां पर हम देखते हैं कि प्रभु उनके साथ भेद हुआ. തന്റെ ഭാര്യയും മക്കളും തനിക്കുള്ളതെല്ലാം നഷ്ടമായാലും ഞാൻ സ്വയമായിട്ട് രക്ഷപ്പെടുമെന്നുള്ള രീതിയിൽ ഓടി രക്ഷപ്പെടാൻ ഇരിക്കുമ്പോഴാണ് ദൂതൻ വന്ന് അവനുമായി മല്ലുപിടിച്ച് അവന്റെ കാലയിലെ ഞരമ്പ് തൊട്ട് ഇനി ഓടാൻ കഴിയാത്ത രീതിയിൽ അവനെ ഒരു മുടന്തനായി തീർന്നു. अभी हम देखते हैं कि अभी अगर मेरी पत्नी और बच्चे सब नष्ट होने दो तो भी मैं, मेरा भाई एसाव के हाथ से बच जाऊंगा, मैं भागने के लिए मैं एकदम तैयार हूं. इस प्रकार की भावना में
रहने के समय में हम देखते हैं कि प्रभु के साथ वहां पर एक बड़ा मल्लयुद्ध हुआ। प्रभु ने क्या किया, उस युद्ध में वो भागने का सामर्थ्य देने वाला उसके पाप का नशा को प्रभु ने छू लिया और वो लंगड़ाते हुए चलने लगा। ഇപ്പോഴവന് മനസ്സിലായി, अभी वो जान लिया, എനിക്കിനിയും എന്റെ സാമർത്ഥ്യം എനിക്ക് രക്ഷിക്കത്തില്ല, अभी मेरा सामर्थ्य में भाग करके मैं बच नहीं सकता, मैं अपने आप को बचा नहीं सकता, എന്റെ സമ്പത്ത് എന്നെ രക്ഷിക്കത്തില്ല. अभी मेरा संपत्ति मुझको नहीं बचा सकता। പക്ഷേ വായിക്കുന്നു, അവൻ കരഞ്ഞ ദൂതന്റെ കാല് പിടിച്ചു. हम होशियार नबी की किताब में पढ़ता है कि उन्होंने रोते रोते दूध की उस पाव पकड़ा, അവൻ നിലം വരെ കുനിഞ്ഞു. उन्होंने उस जमीन तक झुका। അവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമുള്ള ഒരു കാര്യമാണ് ദൈവത്തിന്റെ കാലെ പിടിച്ച് ക്രൂശിന്റെ യഥാർത്ഥ അനുഭവത്തിൽ നീ എന്നെ രക്ഷിച്ചേ കഴിയുള്ളൂ, എനിക്ക് രക്ഷകനെ വേണം. अभी वो यहाँ पर हम देखते हैं कि प्रभु का एकदम पाव छू करके बोला कि अभी प्रभु तू मुझको बचाना, तू मुझको बचाना, तेरी ओर से मुझे छुटकारा चाहिए। ദൈവം അവനെ അനുഗ്രഹിച്ചു. और हम देखते हैं कि प्रभु ने उसको आशीष दिया, ദൈവം അവന്റെ പേര് മാറ്റി. प्रभु ने उसका नाम को बदल दिया। നീ ഇനി യാക്കോബല്ല, अभी तू आगे कोई याकूब भी नहीं रहा, നീ ഇനി പ്രഭുവാണ്, अभी तू प्रभु रहेगा। ഇസ്രായേൽ. इसलिए नाम बदल के इस्राएल नाम दिया, Praise the Lord. यहोवा का या परमेश्वर का प्रभु। എത്ര അനുഗ്രഹമാണ്. ये कितना धन्यवाद है। ഈ യാക്കോബ്, ഈ മാറ്റം വന്നവനായ യാക്കോബ് ദൈവത്തിന്റെ, ഇപ്പോൾ അവൻ ഓടാൻ പറ്റത്തില്ല, ഇപ്പോൾ അവന്റെ ഓട്ടത്തിൽ അവനെ സഹായിക്കുന്ന കർത്താവ് മാത്രമാണ്. അവനൊന്നും രക്ഷയില്ല, ഒരു വടി മാത്രം ഇപ്പോൾ അവനുള്ളൂ. अभी याकूब अभी भाग नहीं सकता, अभी उसको चलने के लिए भी प्रभु का सहारा चाहिए। वो सहारा आपको मालूम है, वहां पर उसका लाठी, वो लाठी की सहारा बिना या प्रभु का अनुग्रह के बिना अभी वो एक कदम आगे नहीं बढ़ सकता। നോക്കുക, യാക്കോബ് പ്രായം ചെന്നു, അവന് ഫറവോന്റെ കൊട്ടാരത്തിൽ ചെന്നു. എന്ത് കണ്ടാലും അടിച്ചെടുക്കുന്ന യാക്കോബ് ഇപ്പോൾ ആ വടി നീട്ടി ഫറവോനെ അനുഗ്രഹിക്കുകയാണ്. अभी हम देखते हैं कि वो हमारा याकूब अभी इतना बदल गया। अभी वो फरो का पास जब गया, फरो के पास जाने के बाद में वो हर एक बात लूटने वाला है। वो याकूब अभी क्या हुआ, वो लाठी या वो अनुग्रह वो फरो के ऊपर वो लाठी बढ़ा करके उसको आशीष देते हुए हम देखते हैं। നമ്മള് ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 7-ാം വാക്യം, जब उत्पत्ति 35 अध्याय का 7 वचन, അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ അവൻ वहां से उसने एक वेदी बनाई और उस स्थान का नाम एल बेतेल रखा, क्योंकि जब वह अपने भाई के डर से भागा जाता था तब परमेश्वर उस वहां वही प्रकट हुआ था। ഇവിടെ നമ്മൾ 35 മുതൽ അതിന്റെ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ താൻ തന്റെ ഭവനത്തിൽ വരുത്തുന്ന മാറ്റം. अभी यहाँ पर 35 अध्याय का 1 से 6 तक वचन जब पढ़ता है तो याकूब अपना घर में आने वाला बदलाव के बारे में हम देखते हैं। അവിടെ അവൻ ഇപ്പോൾ ആള് മാറി. अभी याकूब संपूर्ण रीति में बदल चुके हैं। ഇവൻ ഇപ്പോൾ യാക്കോബ് അല്ല, अभी वो याकूब नहीं, അവൻ ഇസ്രായേലാണ്. अभी वो इसराइल है। ദൈവത്തെ മുഖാമുഖമായി കണ്ടവനാണ്, वो परमेश्वर को आमने सामने देखा हुआ व्यक्ति है, ദൈവത്തിന്റെ പ്രതിനിധിയാണ്. वो परमेश्वर का एक प्रतिनिधि है। അവനിൽ നിന്ന് ദൈവത്തിന് 12 ഗോത്രങ്ങളെ ഒരു ഇസ്രായേൽ രാഷ്ട്രം ഉളവാക്കുവാൻ ദൈവത്തിന് പ്രസ്താവന തോന്നി. उसमें से 12 गोत्रों के द्वारा इसराइल राष्ट्र को खड़ा करने के लिए परमेश्वर प्रसन्न हुआ। എനിക്ക് തോന്നുന്നത് നമുക്ക് യാക്കോബ്, നമുക്കിതെല്ലാം അറിയാവുന്നതാണ്. എന്നാൽ അബ്രഹാമി ഉടമ്പടിയിലൂടെ ദൈവം എങ്ങനെയാണ് യാഗത്തെ ഇത്രമാത്രം അനുഗ്രഹിച്ചിരിക്കുന്നത്, യാഗം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കി കൊടുക്കുകയാണ് ഈ 3 പേരുടെ ജീവിതത്തിലൂടെ. अभी हम लोग ये बात को देखते हैं कि ये सारे बात आप लोग जानते हैं, परंतु अब्राहम, इसहाक, याकूब ये तीनों व्यक्तियों के द्वारा ये जो वेदी और ये बलिदान, ये बात का भेद को प्रभु उनको और भी बहुत गहराई से प्रकाशन डालकर ഈ 3 പേരെയും കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വ്യക്തമായി എടുത്തു പറയുന്നുണ്ട്. ദൈവം ആരുടെ ദൈവമാണ്? മരിച്ചവരുടെ ദൈവമല്ല. അവൻ അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അവൻ ജീവനുള്ളവരുടെ ദൈവമാണ്. അപ്പോൾ ഈ 3 പേര് എവിടെ ഉണ്ട്? ജീവിച്ചിരിക്കുകയാണ് ദൈവത്തിന്. अभी हम लोग देखते हैं कि नया नियम में भी हम लोग सुसमाचारों में देखते हैं कि वो प्रकट करके बताता है कि परमेश्वर मरे हुओं का परमेश्वर नहीं, मैं अब्राहम, इसहाक, याकूब बोलने का अर्थ क्या है कि प्रभु के लिए वो लोग जीवित है, तो वो जीवितों का परमेश्वर करके वहां पर गवाही देते हैं। പ്രൈസ് ദി ലോർഡ്. ക്രൂശിന്റെ അർത്ഥം ഉള്ളവർക്ക്, ക്രൂശ് മനസ്സിലായവർക്കെല്ലാം ദൈവം ജീവിച്ചിരിക്കുകയാണ്, കാരണം അവർ മരിച്ചവരല്ല. प्रियो, जिसने भी कलवरी सूली का उस भेद को, उसका भेद को जाना है और जिन्होंने अपनाया है वो लोग सब प्रभु के लिए जीवित है, वो मरा हुआ लोग नहीं। നമുക്ക് ഇനി ആ 1000 വർഷം വിടാം. अभी हमको 1000 साल को भी अभी छोड़ के आगे बढ़े। ഇനി നമ്മൾ മുന്നോട്ട് വരികയാണ്. जब हम आगे आता है, ഇനിയും ഈ 12 ഗോത്രങ്ങളിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം, കാര്യപരിപാടി ദൈവം മോശ എന്ന വ്യക്തിയിലൂടെ ദൈവം കാണിച്ചു തരുന്നു. अभी ये जो आगे को 12 गोत्रों के द्वारा या इसराइल के द्वारा
जो भी कार्य होने वाला है वो बात मोशे के द्वारा प्रभु हमें प्रकट करता है. അപ്പോൾ ഇനി മോശയുടെ ന്യായപ്രമാണം കൊടുത്ത കാലം മുതൽ മലാക്കി പുസ്തകം വരെ ഇനിയും പിന്നെ ഒരു 1000 വർഷം കിടക്കുകയാണ്. जब अभी हम देखते हैं कि जो मोशे को व्यवस्था दिया वो व्यवस्था देने से लेकर के पुराने नियम की आखिरी किताब मलाकी की किताब तक करीब 1000 साल के समय और हम आगे देखते हैं. ഇവിടെ ഇതിനകത്ത് अनेक भक्तന്മാർ ഉളവായിട്ടുണ്ട്. अभी इस समय के बीच में बहुत से भक्त लोग या प्रभु का मानने वाले लोग यहाँ पर खड़ा हुआ है. ദാവീദുമായിട്ട് ദൈവം പ്രത്യേക ഉടമ്പടി ചെയ്യുന്നുണ്ട്. जब दावीद के बारे में हम जानते हैं दावीद के साथ प्रभु ने एक विशेष वाचा बांधा है. വലിയ വലിയ പ്രവാചകന്മാർ യെശയ്യാവ് യെരമ്യാവ് ചെറിയ ചെറിയ പ്രവാചകന്മാര് അങ്ങനെ അനേക പ്രവാചകന്മാരാൽ ഉൾക്കൊണ്ട ഒരു കാലഘട്ടമായിരുന്നു ഈ അടുത്ത് വരുന്ന ആ 1000 വർഷം. और हम आगे आने वाला 1000 साल के समय में हम देखते हैं कि बहुत से महान याजक लोग जैसा यशायाह यिर्मयाह यहेजकेल ऐसे बड़े बड़े याजक छोटे छोटे याजक मतलब भविष्यवक्ता ऐसा भविष्यवक्ताओं से भरा हुआ एक समय था करके हम देखते हैं. ഇവിടെ കുറച്ചും കൂടെ ദൈവം തന്റെ പുത്രന്റെ മനുഷ്യാവതാരത്തിന്റെ കാര്യങ്ങൾ കുറച്ചും കൂടെ വെളിപ്പെടുത്തുകയാണ്. अभी यहाँ पर कुछ और भी गहराई से अपने पुत्र प्रभु यीशु मसीह की मानव बनकर के आने के बारे में प्रकाशन देता है. നമ്മള് അത് സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം जब ये बात का गवाही जब मतलब स्तेफानोस की प्रचार में प्रेरितों का काम 7 अध्याय നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ 7-ന് 44-45 വാക്യങ്ങൾ 7 का 44-45 वचन. साक्षी का तंबू जंगल में हमारे बाप दादा के बीच में था, जैसा उसने ठहराया जिसने मूसा से कहा, जो आकर तूने देखा है उसे सुन, उसके अनुसार इसे बना. उसी तंबू को हमारे बाप दादा पूर्व काल से पाकर यहोशू के साथ वहां ले आए, जिस समय कि उन्होंने उन अन्य जातियों पर ഇവിടെ നമ്മൾ വായിക്കുകയാണ്. നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ ഒരു സാക്ഷ്യ കൂടാരം ഉണ്ടായിരുന്നു. अभी यहाँ पर हम देखते हैं कि हमारे बाप दादाओं को मरुस्थल की यात्रा में एक संदूक थे. എന്താണ് ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഈ ആർക്ക് അല്ലെങ്കിൽ സാക്ഷ്യ കൂടാരം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് അതിന്റെ ഉപകരണങ്ങളെ അതിന്റെ എന്തെല്ലാം കാര്യങ്ങളാണെന്നെല്ലാം ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തുകയാണ്. देखिए वो तंबू में या उस मानव संदूक के अंदर क्या क्या बातें थी ये सारे बात यहाँ पर मोशे को स्पष्ट प्रकट करके देता है. उसके बारे में यहाँ पर स्तेफानोस कहता है. ഈ ടാബർനാക്കിളിനെയാണ് നമ്മള് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അവൻ മനുഷ്യാവതാരം എടുത്ത് ടാബർനാക്കിൾ ആയെന്ന് തന്നെയാണ് ഇംഗ്ലീഷ് തർജ്ജിമയിൽ എഴുതിയിരിക്കുന്നത്. अभी हम देखते हैं कि यही संदूक को यूहन्ना का सुसमाचार 5 अध्याय का 14 वचन में वो देहधारी होकर के हमारे बीच में डेरा किया, वो तंबू में वास किया, उस अर्थ में इंग्लिश में लिखा है. അപ്പോൾ അവിടെ ഈ മോശ മുഖാന്തരം ദൈവം ഈ സമാന കൂടാരം പണിയാനുള്ള മെറ്റീരിയൽസ് കൊടുക്കുന്നുണ്ട്. अभी यहाँ पर जो मोशे के द्वारा ये संदूक बनाने के लिए सारी चीज प्रभु देते हैं. നമുക്കത് പുറപ്പാട് പുസ്തകം 25-ന്റെ 1 മുതൽ 9 വരെ സാക്ഷ്യ കൂടാരം പണിയാനുള്ള മെറ്റീരിയൽസ്. निर्गमन का किताब 25 अध्याय का 1 से 9 तक संदूक बनाने का उसका मेटीरियल से जो जो वस्तुएं चाहिए उसके बारे में एक विवरण देखता है. ഇവിടെ നമുക്ക് ഇപ്പോൾ നേരത്തെ ജനം വരുമ്പോൾ അവർ കൊണ്ടുവരേണ്ടത് ആടിനെയായിരുന്നു, ഒരു യാഗപീഠത്തിൽ കൊണ്ടുവരുന്നത്. ഇപ്പോൾ കുറച്ചും കൂടെ വ്യത്യസ്തപ്പെട്ട് ദൈവം ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. अभी पहले वेदी के पास जब आने के समय में लोग जानवरों को लेकर आना चाहिए था, परंतु अभी कुछ और बात प्रभु यहाँ पर मांग करते हैं. അവിടെ നമ്മൾ പിന്നെ അത് വായിച്ചാൽ മതി എന്തെല്ലാം മെറ്റീരിയൽ ആണ് അവിടെ ഉള്ളതെന്ന്. अभी आप आगे आप उस भाग को मतलब निर्गमन 25 अध्याय का 1 से 9 तक पढ़कर देखना, वहां पर क्या क्या मेटीरियल है बाद में पढ़ना. അത് പറയുന്ന ഓരോ മെറ്റീരിയലും നമ്മുടെ കർത്താവിനെയാണ് കാണിക്കുന്നത്. क्योंकि वहां पर जो बताया हुआ एक एक वस्तुएं जो है वो प्रभु यीशु मसीह की एक छाया है. ഇനി ദൈവത്തിന്റെ പ്രമാണം മുഴുവനും ഈ സാക്ഷ്യ കൂടാരത്തിലാണ്, ഈ പെട്ടകത്തിലാണ്. अभी हर एक प्रभु का व्यवस्था जो है वो इस संदूक के साथ है. ഈ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടുന്നത് എങ്ങനെ, യാത്ര എവിടെ അവസാനിപ്പിക്കണം, ഇതിനെല്ലാം നിർണയം തരുന്നത് ഈ പെട്ടകമാണ്. अभी इस्राएल लोगों को कैसा यात्रा करना है, कहां पर तंबू लगाना है, कहां पर रुकना है, कहां पर से यात्रा शुरू करना है, ये सारे बातों का अगुवाई ये संदूक के द्वारा मिलते हैं. നമ്മള് വേണമെങ്കിൽ അതൊന്ന് നോക്കാം. നമുക്ക് അവരുടേതായിരിക്കുന്ന ഓർഡർ ഓഫ് ട്രാവൽ എങ്ങനെയായിരുന്നു അറിയാമോ? ഈ പെട്ടകം വഴിയാണ്. നമുക്ക് വായിക്കാം. അതായത് സംഖ്യാപുസ്തകം अभी हम लोग उनका मरुस्थल की यात्रा के बारे में जब हम देखते हैं कि उन लोगों को जो भी आज्ञा मिलते थे वो संदूक के द्वारा मिलते थे, वो बात को हम गिनने का किताब 10-ന്റെ उसका 10 अध्याय
അതിന് 11 മുതലുള്ള വാക്യം. उसका 11 वचन से हम पढ़ेंगे. जब गणना उसका 10 अध्याय उसका 11 वचन से पढ़ेंगे. दूसरे वर्ष के दूसरे महीने के 20वें दिन को हाँ। बादल साक्षी के निवास से उठ गया. तब इस्राएली सैनिक जंगल से प्रस्थान करके निकले और बादल परान नामक जंगल में ठहर गया. उनका प्रस्थान यहोवा की उस आज्ञा के अनुसार जो उसने मूसा को दी थी आरंभ हुआ. ഓക്കെ. അവിടെ അവരുടെ യാത്ര ആരംഭമായി എഴുതിയിട്ടുണ്ടോ? अभी उनकी यात्रा जब शुरुआत हुआ ये बात को आपने देखा. നോക്കുക, അവിടെ സീനായി മരുഭൂമിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. മേഘം പാറ മരുഭൂമിയിൽ വന്നു നിന്നു. യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ അവർ ഇങ്ങനെ ആദ്യമായി യാത്ര പുറപ്പെട്ടു. देखिए यहाँ पर हम देखते हैं कि जब जंगल से प्रस्थान करके निकले और बादल आरान नाम की जंगल में ठहरा गया. അവിടെ ആദ്യമായി എന്നുള്ള വാക്യം അവിടം വരെ എങ്ങനെ വന്നു? अभी वहां तक कैसे आया वो लोग? എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? എന്താണ് मतलब ये बोलने का अर्थ क्या? ഈ പെട്ടകം വന്നു കഴിഞ്ഞപ്പോൾ പെട്ടകത്തിൻ്റെതായ വഴിയിലൂടെ, പെട്ടകം കാണിച്ചു തരുന്ന വഴിയിലൂടെ ആദ്യമായി യാത്ര ചെയ്തു എന്നാണ് അർത്ഥം. जब हम गिनना उसका 10 अध्याय का 13 वचन में हम जब देखता है कि उस आज्ञा अनुसार उन्होंने मूसा को दी थी आरंभ हुआ. उस आरंभ मतलब वहां से जो भी बादल की ओर से या उस छाया देख करके वो लोगों ने यात्रा शुरू किया करके यहाँ पर हम देखते हैं. അപ്പോൾ അതിന്റെ അർത്ഥം ഇനിയും ദൈവത്തിന്റെ ഇടപാട് മുഴുവൻ എവിടെയാണ്? अभी परमेश्वर किस रीति में उनके साथ व्यवहार करता है? നമ്മൾ ആ 10 അധ്യായത്തിന്റെ 33 മുതൽ ഒന്ന് വായിച്ച് 33-36 വരെ. वो 10 अध्याय का 33 से 36 तक जब हम पढ़ेंगे. फिर इस्राएलियों ने यहोवा के पर्वत से प्रस्थान करके 3 दिन की यात्रा की और उन 3 दिनों के मार्ग में यहोवा की वाचा का संदूत उनके लिए विश्राम का स्थान ढूंढता हुआ. അപ്പൊ ആർക്ക് വേണ്ടി നിൽക്കേ? ജനമാണോ ഇപ്പോൾ സഞ്ചരിക്കുന്നത്? പെട്ടകമാണോ സഞ്ചരിക്കുന്നത്? अभी इसमें अगुवाई के रूप में मतलब लोग चल रहा है या ये संदूक चल रहा है? ആദ്യം ഈ ജനത്തിന് വേണ്ടി പെട്ടകമാണ് അവർക്ക് മുമ്പിൽ പോകുന്നത്. अभी हम देखते हैं कि ये लोगों के लिए ये संदूक आगे आगे जा रहा है. ഇതാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ് തന്റെ പുത്രനെ നമുക്ക് തന്നപ്പോൾ നമുക്ക് മുൻപേ അവൻ യാത്ര ചെയ്യുകയാണ്. इसका मतलब क्या है प्रियो? प्रभु यीशु मसीह ने कहा सत्य मार्ग और जीवन में ही हूं. बोलने का अर्थ क्या है कि हमारे आगे आगे हमारा प्रभु यीशु मसीह जा रहा है. ഇങ്ങനെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അവിടെ വായിക്കുകയാണ്, इस रीति में जब आप लोग यात्रा करते हो അതിന്റെ 35-ാം വാക്യത്തിൽ മോശ പറയും, और उसका 35 वचन में मूसा कहता है പെട്ടകം പുറപ്പെടുമ്പോൾ മോശ പടം और जब जब संदूक का प्रस्थान होता था तब तक मूसा यह कहा करता था, हे यहोवा उठ और तेरे शत्रु तितर बितर हो जाए और तेरी बैरी तेरे सामने से भाग जाए. അവർ വിശ്രമിക്കുമ്പോഴോ പെട്ടകം और വിശ്രമിക്കുമ്പോൾ जब जब वह ठहर जाता था तब तक मूसा कहा करता था. ഇവിടെ വായിക്കുന്നത് ജനമല്ല യാത്ര ചെയ്യുന്നത്, പെട്ടകമാണ്. ജനമല്ല വിശ്രമിക്കുന്നത്, പെട്ടകമാണ്. अभी हम यहाँ पर क्या देखते हैं प्रियो? लोग खुद अगुवाई करके नहीं जा रहा है. यहाँ पर हर एक कंट्रोलिंग संदूक के द्वारा है. संदूक चलता है, संदूक रुकता है, उसके पीछे लोग चलता और लोग रुकता. ദൈവത്തിന്റെ സംസാരം പെട്ടകത്തിലാണ്. क्योंकि परमेश्वर की जो बातचीत जो है वो संदूक में है. ദൈവത്തിന്റെ എല്ലാ ഇടപാടും പെട്ടകമാണ്. परमेश्वर का जो भी व्यवहार जो है वो संदूक में है और संदूक के द्वारा है. ജനത്തിന് ദൈവത്തോട് ഇടപെടണമെങ്കിൽ പെട്ടകത്തിൽ വരണം. क्योंकि लोग परमेश्वर के साथ अगर बातचीत करना है तो संदूक में आना. നമ്മുടെ കർത്താവിന്റെ യഥാർത്ഥമായ ഒരു പിക്ചറാണ്. अभी ये जो संदूक जो है हमारे प्रभु यीशु मसीह का एक सचमुच चित्र है. കാരണം ജനം നോക്കുമ്പോൾ ഒരു പെട്ടകമുള്ള ഒരു ജനം. क्योंकि जब दुनिया देखेगा तो उनके बीच में एक संदूक है, एक संदूक का पाया हुआ लोग. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുകയാണ്, എന്താണ് ഇവിടെ വായിച്ചത്? परंतु यहाँ पर हम क्या देखता? ഈ പെട്ടകം ഇവർക്കുണ്ടെങ്കിൽ അവരുടെ ശത്രുക്കൾ ഓടിപ്പോകും. क्योंकि यदि ये संदूक जब तक उनके बीच में है तो उनका दुश्मन तितर बितर हो जाएंगे, भाग जाएंगे. നമുക്കൊരു വാക്യം വായിക്കാം. और एक वचन हम पढ़ेंगे. ഈ പെട്ടകം കൂടാതെ ഇസ്രായേൽ മക്കൾ യുദ്ധത്തിന് പോയി പരാജയപ്പെട്ടൊരു സന്ദർഭം നമുക്ക് നോക്കാം. हम लोग देखते हैं कि ये संदूक बिना इसराइल के लोग विरोधियों से लड़ने के लिए गया और वहां पर वो हार गया करके हम देखते हैं. एक संभव को हम देखेंगे. നമുക്ക് 1 ശമൂവേൽ 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. पहला शामुएल 4 अध्याय उसका 1 से 3 तक का वचन पढ़ेंगे. पहला शामुएल 4 अध्याय उसका 1 से 3. शमूएल का वचन सारे इस्राएल के पास पहुंचा और इस्राएली पलिश्तियों से युद्ध करने को निकले
और उन्होंने एबेन एजर के आसपास छावनी डाली और पलिश्तियों ने अपने में छावनी डाली। तब पलिश्तियों ने इस्राएल के विरुद्ध पाती बांधी और जब घमासान युद्ध होने लगा तब इस्राएली पलिश्त से हार गए और उन्होंने कोई 4,000 इस्राएली सेना के पुरुष को मैदान ही में मार डाला। നോക്കുക जब ये लोग എന്തുകൊണ്ടാണ് ഫെലിസ്തീനുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ജനം അവിടെ ഇല്ലാതെ പോയത്? यहाँ पर തീർന്നു പോയത്? क्यों നോക്കാൻ കാര്യം फिलिस्तीन के साथ का लड़ाई में इसराइल के लोग हार गया? ദൈവത്തിന് ദാസനുണ്ട്. अभी प्रभु का दास है, यहाँ पर है। ദൈവം അദ്ദേഹം നല്ല ദൈവദാസനാണ്. अभी अच्छा प्रभु का दास है അദ്ദേഹം പറഞ്ഞിട്ടാണ് യുദ്ധത്തിന് പോകുന്നത്. और उन्होंने कहा इसलिए लड़ाई में गया। അപ്പോൾ ഇവിടെ ഒരു സത്യം നമുക്ക് മനസ്സിലാകുകയാണ്. यहाँ पर हम एक सच्चाई को हमको समझ में आता है, ഇവർ തോൽക്കാൻ കാര്യം പെട്ടകമില്ല. ये लोग हारने का एक ही कारण था, उनके बीच में संदूक नहीं था। അപ്പൊ നമുക്ക് വചനം മാത്രം പോരാ, प्रियो हमको सिर्फ वचन है इतना काफी नहीं, വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവും വേണം. क्योंकि वचन में बताया हुआ यीशु मसीह भी हमारे जीवन में होना चाहिए। നമുക്ക് ഇസ്രായേലിലെ നമ്മള് കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ ഇസ്രായേൽ മക്കളെ അല്ലെ അന്നത്തെ മഹാപുരോഹിതന്മാരുടെ ശാസ്ത്രമായ ഈ വചനമില്ലേ, അവരല്ലേ പറഞ്ഞത് മശിക ബേത്ലഹേമിൽ ജനിക്കണമെന്ന്? जब यीशु मसीह दुनिया में आया उस समय में जो शास्त्री फरीसी और याजक लोग थे, क्या उनके पास प्रभु का वचन नहीं थे और उनको मालूम नहीं था क्या प्रभु यीशु मसीह बेथलेहम में जन्म होना है? വചനമുണ്ടായിരുന്നു, वचन था, പക്ഷേ വചനത്തിന്റെ പൊരുളായ ക്രിസ്തുവിലായിരുന്നു. परंतु वचन का जो भेद यीशु मसीह उनके बीच में नहीं था। അതുകൊണ്ടാണ് നിങ്ങൾ എന്റെ വചനത്തിൽ നിങ്ങള് ജീവൻ അന്വേഷിക്കുന്നു, പക്ഷെങ്കിൽ ജീവൻ പ്രാപിക്കാൻ എന്റെ അടുക്കൽ വരുന്നില്ല. हमारा प्रभु यीशु मसीह ने उनको गवाही दिया था ना कि तुम लोग मतलब मुझको ढूंढते हैं या जीवन ढूंढते हैं, लेकिन पवित्र शास्त्र में जीवन है करके तुम जानते हैं, और तू जीवन पाने के लिए जो जाओ सच्चा जीवन मुझे मेरे पास तुम लोग नहीं आता करके 5 अध्याय का 39-40 में बढ़ता है। അപ്പോൾ ഒരു ലോക്കൽ സഭ വചനമൊക്കെ ഉണ്ട്, പക്ഷെങ്കിൽ ക്രിസ്തുവില്ലെങ്കിലോ? परंतु एक स्थानीय मंडली वचन बहुत है परंतु मसीह नहीं है। तो നമ്മൾ ലവോദിക്ക സഭയെ കുറിച്ച് വായിക്കുന്നുണ്ട്. हम लोग लवोदिक्या मंडली के बारे में देखता है, സ്വയനീതിയിൽ തങ്ങൾ ധനവാന്മാരെന്നും തങ്ങൾ കാഴ്ചയുള്ളവരെന്നും ഞങ്ങളുടെ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറയുമ്പോൾ ക്രിസ്തു പുറത്തു നിന്ന് വാതിക്കൽ മുട്ടുകയാണ്. प्रियो अपना खुद की धार्मिकता में मैं बहुत धर्मी है, मैं बहुत धनवान है, मेरे पास कोई कटी नहीं, ऐसे जब बताता है उन लोगों के लिए यीशु मसीह काम रहे, उनके साथ नहीं, प्रभु बाहर खड़ा होकर के खड़खड़ा रहा है। അവിടെ നമുക്കറിയാം പിന്നീട് ഇനിയും പെട്ടകം കൊണ്ടുവന്നു. നോക്കുക, പെട്ടകം കൊണ്ടുവന്നു. अभी हम बाद में देखते हैं कि वे लोगों ने मतलब उस संदूक को लाया ഇനിയും അവർ യുദ്ധം ചെയ്യാണ്. और इसके बाद में भी उन लोगों ने लड़ाई किया, എന്നിട്ട് അവർ തോറ്റു പോകുന്നു. फिर भी वो लोग हार गया करके देखता है। അവിടെ നമ്മള് അതിന്റെ 5-ാം വാക്യം വായിക്കുക, 4-5. उसका 4 अध्याय का 5 वचन। जब यहोवा की वाचा का संदूक छावनी में पहुंचा तब सारे इस्राएली इतने बल से ललकार कर उठे कि भूमि गूंज उठी। इस ललकार का शब्द सुनकर पलिश्तियों ने पूछा, इब्रानियों की छावनी में से बड़ी ललकार का क्या कारण है? तब उन्होंने जान लिया कि यहोवा का संदूक छावनी में आया है। നോക്കുക, ഇപ്പൊ നേരത്തെ പറഞ്ഞ പെട്ടകം ഇല്ലാത്തതുകൊണ്ടാണ് തോറ്റുപോയത്. अभी पहले उन्होंने क्या सोचा, अभी हमारे बीच में संदूक नहीं है इसलिए हार गया करके उन्होंने अभी संदूक को लाया। മോശ പറയുകയാണ്, പെട്ടകം പുറപ്പെടുമ്പോൾ നിന്റെ ശത്രുക്കളെല്ലാം ചിതറി പോകുന്നു. क्योंकि मूसा ने कहा था ना जब संदूक यहाँ से यात्रा शुरू की, ശരി, അവരെ ഫെലിസ്തീന്റെ മുമ്പിൽ തോറ്റു. अभी एक बार वो संदूक बिना वो लोग फिलिस्तियों के सामने हार गया। അവർ മനസ്സിലായി ഞങ്ങൾക്ക് പെട്ടകം ഇല്ലായിരുന്നു. अभी उन्होंने जान लिया कि हमारे पास बीच में संदूक नहीं था, ഇനി പെട്ടകം കൊണ്ടുവന്നു. अभी उन्होंने संदूक लाया ജനങ്ങളെല്ലാം ആർത്തു വിളിച്ചു. और लोगों ने एकदम ललकारा ഫെലിസ്തീർ കേട്ട് ഭയന്നു പോയി. और फिलिस्ती लोग ये सुनकर के घबरा गया। ഇനി പെട്ടകം അവിടെ വന്നതിന് ശേഷം അവർ യുദ്ധം ചെയ്യുകയാണ്. अभी उनके बीच में संदूक आने के बाद में उन्होंने लड़ाई किया। അവർ അന്യോന്യം പറയുന്നുണ്ട്, നമ്മൾ യഹോവയ്ക്ക് വേണ്ടി പൊരുതി ജയം പ്രാപിക്കുക. अभी वो आपस में कहता है कि हम यहोवा के लिए लड़े। അതിന്റെ 10-ാം വാക്യം, उसका 10 वचन। तब पलिश्ती लड़ाई के मैदान से टूट पड़े और इस्राएली हार कर अपने अपने डेरे को भागने लगे, और ऐसा अत्यंत संहार हुआ कि 30,000 इस्राएली पैदल खेत आए। എന്തുകൊണ്ട് സംഭവിച്ചു പ്രിയമുള്ളവരെ? अभी इस अवस्था में क्यों आया प्रियो? പെട്ടകമുണ്ട്, अभी संदूक है, മോശ പറഞ്ഞ വചനം ഇവിടെ നിർവൃത്തിയാകുന്നില്ല. मूसा ने जो कहा हुआ वचन यहाँ पर पूर्ण नहीं हुआ। അപ്പൊ ഇതിന്റെ രഹസ്യം നമ്മൾ മനസ്സിലായാൽ, इसका रहस्य अगर हमें मालूम पड़ेगा तो ഈ പെട്ടകത്തിന്റെ അകമ്പടിയായി നടന്ന 2 പേരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അടുത്ത വാക്യത്തിൽ अभी हम आगे को जब पढ़ता है तो ये संदूक को लेकर आने वाला 2 जने को बारे में हम लोग देखता है। അവിടെ വായിക്കുന്നത്, എന്തുകൊണ്ടാണ്
പെട്ടകം ഉണ്ടായിട്ടും തോറ്റുപോയത്? क्यों उन लोगों के बीच में संदूक होने के बावजूद भी वो लोग हार गया? ആ ഏലിയുടെ രണ്ട് മക്കൾ क्योंकि हम देखते हैं कि ये जो एली याजक का दो संतान, ദൈവത്തിന്റെ പെട്ടകം പിടിക്കപ്പെട്ടു. ഏലിയുടെ രണ്ട് പുത്രന്മാരായ ഹൊഫിനെയും ഫിനെഹാസും പട്ടുപോയി. हाँ देखिए, एली का दो बेटा होफनी और फिनेहास जो था, वो लोग इस लड़ाई में मर गया. ആ ഇവിടെ അപ്പോൾ നമ്മളൊരു വ്യക്തമായ ഒരു കാര്യം പഠിക്കുകയാണ്. यहाँ पर हम एक खास बात को देखता है. നമുക്ക് ഇവരെ രണ്ടുപേരെ കുറിച്ച് നോക്കാം. ये दोनों मतलब एली का बच्चों के बारे में थोड़ा देखें. 1 ശമൂവേൽ 2:12 വാക്യം. जब पहला शमूएल 2 अध्याय का 12 वचन. एली के पुत्र तो लुच्चे थे, उन्होंने यहोवा को न पहचाना. നോക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പെട്ടകത്തിൽ ശുശ്രൂഷിച്ചാൽ, अभी इस प्रकार का लोग अगर इस संदूक की सेवकाई करे तो, അപ്പോൾ പെട്ടകം ഉണ്ടതുകൊണ്ട് മാത്രമായില്ല, प्रियोम सिर्फ संदूक है बोलने से काफी नहीं, ആ പെട്ടകത്തെ അപമാനിക്കരുത്. ये उस संदूक का निंदा नहीं करना. നമ്മൾ തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. जब आगे के वचनों को हम पढ़ता है, എന്തുകൊണ്ടാണ് അവർ തോറ്റുപോയത്? वे लोग क्यों हार गया? അതിന്റെ നമ്മൾ അടുത്ത വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, അവര് നമുക്കൊരു വാക്യം വായിക്കാം. അതായത് ഈ 2-ാം അധ്യായത്തിന്റെ തന്നെ 15-ാം വാക്യം. उस दूसरा अध्याय का 15 वचन पढ़ेंगे. നീചന്മാരായത് മാത്രമല്ല ദൈവത്തെ അപമാനിച്ചു. वे बच्चे लोग क्या करते थे? परमेश्वर को सिर्फ वो लोग नीच लोग तक उतरे नहीं, वो लोग परमेश्वर की निंदा करते थे. 2:15. और चर्बी जलाने से पहले भी याजक का सेवक आकर मेल बलि चढ़ाने वाले से कहा करता था, भूखने के लिए याजक को मांस दे, वह तुझसे एक पका हुआ नहीं कच्चा ही मांस लेगा. और जब कोई उससे कहता, नीचे चर्बी भी अभी जलाई जाएगी, तब इतना 17 वचन पढ़ना. इसलिए उन जवानों का पाप यहोवा की दृष्टि में बहुत भारी हुआ, क्योंकि वे मनुष्य यहोवा की भेंट का तिरस्कार करते थे. നോക്കുക, എന്താണ് പാപപരിഹാരത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ ആ യാഗത്തെ, തന്റെ പുത്രന്റെ മരണത്തെ നിന്ദിച്ചിട്ട് മാംസത്തിൽ നിന്നും മേധസ് വേർപിരിയുന്നതിന് മുൻപേ ദൈവത്തെ അപമാനിച്ചതുകൊണ്ട് ഇവരുടെ കുടുംബം നശിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത്. प्रियो, अभी हम देखते हैं कि लोग जो पाप की प्रायश्चित की बलिदान करने के लिए भेड़ लेकर आते थे, उसको जला करके राख करने से पहले ये लोग अपनी डिमांड करते थे और वो लेकर के खाते थे. इस रीति में परमेश्वर की और या यीशु मसीह की बलिदान की निंदा करके वे लोग बहुत सजा का पात्र बन चुके थे. ഇവിടെ ഒരു യാഗത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ മാംസത്തിൽ ചർബിയുണ്ട്, अभी മേധസ്സുണ്ട്. यहाँ पर हम इस पेड़ की अवस्था में जब हम देखते हैं कि वहां पर हम क्या देखते हैं कि वो मांस जलाने के समय में मतलब वहां पर उसके चर्बी 16 और जब कोई उसे कहता, नीचे चर्बी अभी जलाई जाएगी, എന്താ അതിന്റെ അർത്ഥം? മാംസം ഉരുകിയിട്ട് ഈ മാംസത്തിൽ നിന്നും ചർബി വേർതിരിക്കണം. मतलब वहां पर क्या चाहिए था कि मांस से उसका चर्बी को अलग करना चाहिए था. ഈ മാംസം പുരോഹിന് തിന്നാം, क्योंकि ये मांस याजक खा सकते थे, പക്ഷെ ഈ ചർബി സുഗന്ധ യാഗമായി ദൈവസന്നിധിയിൽ അർപ്പിക്കണം. परंतु ये चर्बी जो है वो परमेश्वर के लिए एक सुगंधदान बलिदान होकर के प्रभु को चढ़ना चाहिए था. ഈ മാംസത്തിൽ ഈ ചർബി ഉണ്ടെങ്കിൽ മാത്രമേ പുറമേ അത് ആരോഗ്യപരമായി സൗന്ദര്യമായിട്ടിരിക്കത്തുള്ളൂ. अगर ये मांस के साथ चर्बी रहेगा तभी वो एक सुंदर और एक ताकतवान बन सकता था. അതുകൊണ്ടാണ് ഈ ക്ഷീണിച്ച മൃഗത്തെ കൊണ്ട് അർപ്പിക്കരുത് എന്ന് ദൈവം പറഞ്ഞത്. इसलिए हम लोग देखते हैं कि कोई कमजोर भेड़ों को ला करके नहीं चढ़ाना करके व्यवस्था दिया, നല്ല ചർബിയായ ഉള്ള മൃഗം വേണം. क्योंकि अच्छा मांस और चर्बी वाला जानवर चाहिए था. ഇതെന്തിനാണ് കാണിക്കുന്നത്? ये किसको दिखाता है? യാഗത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ, കാരണം കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, സ്വന്തം മഹത്വം അന്വേഷിക്കുന്നവൻ സ്വയമായി സംസാരിക്കുന്നു, എന്നെ അയച്ചവന്റെ മഹത്വം പ്രസ്താവിക്കുന്നവനോ നീതിമാൻ. യേശുക്രിസ്തു ഭൂമിയിൽ യാഗമായി തീർന്ന് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഈ മേധസ് എന്ന് പറയുന്നത് അവന്റെ മുഴുവൻ മഹത്വവും പിതാവിന് വിട്ടുകൊടുത്തതിന്റെ അടയാളമായിട്ടാണ് മൃഗങ്ങളുടെ മാംസത്തിൽ നിന്നുമുള്ള മേധസ് ദൈവത്തിന് അർപ്പിക്കണമെന്ന് ദൈവം പറഞ്ഞത്. इस बलि में सबसे बड़ी बात क्या है कि मां से चर्बी अलग करके चढ़ाने का अर्थ सारे महिमा प्रभु को मिलना चाहिए. अभी अगर हम कोई भी कार्य करने के टाइम पर महिमा लेता है तो उसमें प्रभु प्रसन्न नहीं होता. यीशु मसीह ने अपने जीवन में संपूर्ण विधि में पिता को महिमा देते हुए सारी महिमा पिता को दिया. वो बात दिखाता है. നമ്മൾ ലേവ്യ പുസ്തകം 3:16 വായിക്കാം. लेवी 3 का 16 वचन हम पढ़ेंगे.
और याजक इन्हें वेदी पर जलाए। यह हवन रूपी भोजन है जो सुखदायक सुगंध के लिए होता है, क्योंकि सारी चर्बी यहोवा की है। മാംസം ആർക്കെടുക്കാം? अभी मांस कौन ले सकता? പുരോഹിതന്മാർക്കെടുക്കാം. याजक ले सकता। എന്നാൽ ആ മാംസത്തിന്റെ ഉള്ളിലുള്ള ആ മേധസ് നല്ലതുപോലെ തീയിൽ കണ്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവകോപമാകുന്ന തീയിൽ വെന്തരിഞ്ഞപ്പോഴും ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് ജീവിച്ച ആ ജീവിതത്തിന്റെ യഥാർത്ഥ പ്രതിധ്വനിയാണ് പഴയ നിയമത്തിലെ യാഗങ്ങളിലെ മഹത്വം. अभी हम देखते हैं कि यहाँ पर ये सारा चर्बी को यहोवा को चढ़ाना चाहिए। हमारा प्रभु यीशु मसीह कालवरी सूली में भी, मृत्यु के समय में भी, संपूर्ण नीति में पिता को महिमा दे करके बलिदान हुआ, उस बात का एक छाया है पुराने नियम में यहाँ पर चलने वाला ये मलब भेद। ഇതാണ് ക്രൂശിന്റെ തത്വം. ये है मलब सूली का व्यवस्था या तत्व। അപ്പം ക്രൂശ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടുക എന്നുള്ളതല്ല. प्रियो क्रूस कहने का अर्थ हम कुछ तकलीफ सहना हो नहीं। നമ്മൾ ഏതൊരു ശുശ്രൂഷ ചെയ്താലും അത് മഹത്വം മുഴുവൻ ദൈവത്തിനായിരിക്കും. हम कोई भी सेवकाई करें उसका सारा महिमा प्रभु को मिलना चाहिए। നമുക്കൊരു വാക്യം വായിക്കാം, റോമലേഖനം അതിന്റെ 16 അധ്യായം. और हम एक वचन पढ़ेंगे रोमियो का पत्री उसका 16 अध्याय। അവിടെ ഈ ചർബി സ്വയമായിട്ട് എടുക്കുന്ന ആൾക്കാരെ കാര്യം പറയുകയാണ്. ഈ ഏലിയുടെ പുത്രന്മാരെ പോലെ നീചന്മാരാണ്. अभी ये जो चर्बी को कूद लेने वाले लोग, ये लेवी के पुत्रों की जैसा वो लोग मतलब गुनहगार लोग हैं। അതിന്റെ 17 വാക്യം വായിക്കാം. उसका 17 वचन से पढ़ेंगे। उसका रोमियो 16 का 17 से। अब हे भाइयों, मैं तुमसे विनती करता हूँ कि जो लोग उस शिक्षा के विपरीत जो तुमने पाई है फूट डालने और ठोकर खिलाने का कारण होते हैं, उन्हें ताड़ लिया करो और उससे दूर रहो, क्योंकि ऐसे लोग हमारे प्रभु मसीह की नहीं परंतु अपने पेट की सेवा करते हैं और चिकनी चुपड़ी बातों से सीधे साधे मन के लोगों को भगा देते हैं। तुम्हारी आज्ञा मानने की ഇവിടെ നോക്കുക, ഏലിയുടെ മക്കളെ ശുശ്രൂഷ ചെയ്തോ? अभी एली का बच्चे लोग सेवकाई किया कि नहीं? ചെയ്തു. किया, പക്ഷെ അവരുടെ മഹത്വത്തിന് വേണ്ടി परंतु उन्होंने जो भी किया उनकी महिमा के लिए किया। മാംസം അവരെടുത്തു, ആ ചർബി അവരെടുത്തു. उन्होंने मांस को भी लिया और चर्बी को भी लिया। ഒരു വചനം പറഞ്ഞാൽ एक वचन कहने के बाद അത് മുഴുവനും എന്റെ മഹത്വത്തിനാക്കി തീർക്കുന്നു. वो अपनी महिमा के लिए वो बनाता है। ദൈവത്തിന്റെ മഹത്വമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ ഈ ശുശ്രൂഷ തന്നെയാണ് നമ്മൾ പിന്തുടരുന്നത്. प्रियो, परमेश्वर की महिमा होना चाहिए। ये बात को जान करके अगर सेवा नहीं किया तो हम यही जो एली की पुत्र जो किया वही काम को किया। തന്റെ കാൽവരി ക്രൂശിലെ മരണത്താൽ ക്രിസ്തു തന്റെ യാഗത്താൽ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മളെ തിരഞ്ഞെടുത്തു. प्रियो, प्रभु यीशु मसीह अपनी उस क्रूस सूली की मृत्यु के द्वारा प्रभु की महिमा के लिए प्रभु ने हमें चुना। നമ്മൾ ഫിലിപ്പിയർലേഖനം 3 അധ്യായം 19 വാക്യം വായിക്കുമ്പോൾ ഈ അർത്ഥം അവിടെ കാണുന്നത്. അനേകർ പ്രസംഗിക്കുന്നുണ്ട്. प्रियो, फिलिपियों का पत्री 3 अध्याय का 19 वचन में हम देखते हैं यही तत्व को हम देखते हैं। बहुत से लोग प्रचार करते हैं परंतु प्रभु का महिमा के लिए, उनका पेट के लिए। उनका अंत विनाश है, उनका ईश्वर पेट है। वे अपनी लज्जा की बातों पर घमंड करते हैं और सारी पृथ्वी की वस्तुओं पर मन लगाए रहते हैं। അപ്പൊ യാഗങ്ങളുടെ മഹത്വം നമ്മളിവിടെ കാണുകയാണ്. मतलब उस बलि या उस भेड़ का महत्व को हम यहाँ पर देखते हैं। അത് അബ്രഹാമിന്റെ സമയം ആയി, പിന്നീട് മോശയുടെ സമയമായപ്പോൾ ഇത് വളരെ വ്യക്തമായി പെട്ടകം, യാഗപീഠം, ആ പെട്ടകത്തിലെ ഉപകരണങ്ങൾ ഇതെല്ലാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. ആയതുകൊണ്ട് ഇന്ന് പുതിയ നിയമത്തിൽ സഭ മുഴുവനും ക്രിസ്തുവിനെയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. प्रियो, हम लोग देखते हैं कि अब्राहम का समय में हम लोग वेदी की बात को देखा, उसका और भी प्रकाशन हम लोग मोशा के समय में देखा। ये जो संदूक जो है या ये जहाज जो है और ये जो वेदी जो है, ये संपूर्ण रीति में प्रभु यीशु मसीह को दर्शाता है। इसलिए नए नियम का मंडली एक प्रकार देखेगा तो संपूर्ण रीति में मसीह से भर चुका है। അതെ, പുതിയ നിയമം എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പഴയ നിയമത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്നു. प्रियो, हम देख सकते हैं कि नए नियम को या नया नियम की मंडली को कैसा प्रभु ने गुप्त रीति में पुराना नियम के उन वचनों में छिपा कर रखा है। ക്രിസ്തുവും അവന്റെ സഭയും പഴയ നിയമത്തിൽ പെട്ടെന്ന് നോക്കിയാൽ കാണത്തില്ല. मसीह और मंडली को पुराने नियम में देखेगा तो एकदम हमको दिखाई नहीं देगा, എന്നാൽ യാഗങ്ങളിലൂടെ, परंतु इन बलिदानों के द्वारा, ഈ പെട്ടകത്തിലൂടെ, इस जहाज के द्वारा, ഈ പെട്ടകത്തിൽ ഷെക്കേന വസിക്കുന്നതിലൂടെ, उस संदूक में शकेना वास करने के द्वारा, അർത്ഥാൽ ഒരു ലോക്കൽ സഭയുടേതായ നിഴലാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. प्रियो, इन सारे बात एक स्थानीय मंडली के छाया के रूप में हम पुराने नियम में देखते हैं। നമ്മൾ ഇന്ന് എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. हम लोग आज कितना धन्य लोग हैं। നമ്മൾ ഇന്ന് എന്തെങ്കിലും നിലയിലുള്ള ഈ വസ്തുക്കൾ ഒന്നും കൊണ്ടുവരണ്ട. आज हमें कोई भी प्रकार का कुछ बातों को लेकर के अभी आने
की जरूरत नहीं, എല്ലാം ക്രിസ്തുവാണ്, क्योंकि सब मसीह में है और എല്ലാം मसीह है നമ്മളിലുണ്ട്. और सब कुछ हमारे में है। ഓ പ്രൈസ് ദി ലോർഡ്. हालेलुया। നമ്മളെ ദൈവസാക്ഷ്യത്തിനായി നിർത്തിയിരിക്കുന്നു. प्रियो, हमें प्रभु का गवाह बनने के लिए खड़ा किया है। ആമേൻ. प्रेज द लॉर्ड। प्रभु आप सबको आशीष दे। प्रभु का अनुग्रह आप सबके साथ हो। आमीन।